അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വർഗത്തിലാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ മനുഷ്യന് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. പക്ഷേ പുറത്തു പോകുന്ന സമയത്ത് അള്ളാഹ് മനുഷ്യനോട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു എന്നതുകൊണ്ട് നീ വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. വീണ്ടും നിനക്ക് ഈ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു വഴി ഞാൻ കാണിച്ചു തരും. എന്നിൽ നിന്നുള്ള ഹിദായത്ത് നിനക്ക് വരുമ്പോൾ ആ ഹിദായത്തിനെ നീ പിൻപറ്റിക്കഴിഞ്ഞാൽ വീണ്ടും നിനക്ക് ഈ സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചു വരാം എന്ന് പറഞ്ഞാൽ മിനൽ ജന്നത്തി ഇലൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക്. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. ഞാൻ പറയുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന ആദ്യത്തെ മനുഷ്യൻ ആദമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ഒരു വാക്കിൻ്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ലോകത്ത് പ്രവാചകന്മാർ വന്നു എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറുപ്പകാലങ്ങളിൽ മദ്രസകളിലൊക്കെ ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കി വെച്ചിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കണക്ക്. ആ കൂട്ടത്തിൽ ഒരുപാട് കാലഘട്ടങ്ങളിൽ ജീവിച്ച പ്രവാചകന്മാരുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലുള്ള പ്രവാചകന്മാർ 950 വർഷം ഇസ്ലാമിക പ്രബോധനം തന്നെ നിർവഹിച്ചു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നത് 175 വർഷമാണ് അദ്ദേഹം ജീവിച്ചത് എന്നാണ്. ആ 175 വർഷത്തിനിടയ്ക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക്, അങ്ങനെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് ദേശാടനം നടത്തി 5000-ലധികം എന്നൊക്കെ പറയുന്നുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു ആ സഞ്ചാരം എന്ന് ചോദിച്ചാൽ, ലോകത്ത്, ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാം എന്ത് എന്ന് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും അതിനെ വ്യാപിപ്പിക്കാനും വേണ്ടിയിട്ടായിരുന്നു. അപ്പം അങ്ങനെ വന്ന 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരുടെ പ്രവാചകത്വ പരമ്പരയെ അവസാനിപ്പിച്ചു കൊണ്ടുവന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയ ആളുകളാണ്. ഇനി ആ മുഹമ്മദ് നബിക്ക് ശേഷം ഒരു പ്രവാചകൻ വരില്ല. അപ്പോൾ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിൽ ആ 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരുടെ പ്രവാചകത്വ പരമ്പരയെ അവസാനിപ്പിച്ചു കൊണ്ടുവന്ന അവസാനത്തെ നബിയാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിലാണ് നബിയാകുന്നത് എന്ന് നമുക്കറിയാം. 40-ാമത്തെ വയസ്സിൽ നബിയാകുന്നു, 63-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറയുന്നു, വഫാത്താകുന്നു. അപ്പോൾ നബിയായതിനു ശേഷം 23 വർഷം മാത്രമാണ് ഈ ഭൂമി ലോകത്ത് ജീവിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 23 വർഷത്തെ നിരന്തരമായ കഠിനമായ അധ്വാന പരിശ്രമങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് കൊടുത്തൊരു വാക്കുണ്ടല്ലോ, ഒരു ഹിദായത്ത് നിനക്ക് വന്നു കിട്ടും, ആ ഹിദായത്തിനെ നീ സ്വീകരിച്ചാൽ നിനക്കങ്ങോട്ട് തിരിച്ചെത്താം, ഈ സ്വർഗലോകത്തേക്ക് തിരിച്ചെത്താം എന്ന് അല്ലാഹു പറഞ്ഞു വെച്ച ഹിദായത്തിനെ, അല്ലെങ്കിൽ ദൈവിക ദീനിൻ്റെ പ്രകാശത്തെ, അതല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമിനെ ലോകത്ത് മുമ്പ് വെറും 23 വർഷം കൊണ്ട് വരച്ചു കാണിക്കുകയും അതിൻ്റെ സന്ദേശം പരത്തുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യമെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില ആമുഖങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, അങ്ങനെയാണ് 23 വർഷം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗമുണ്ടായിരുന്നു. ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ ഹജ്ജ് ഉണ്ടായിരുന്നു. ആ വിടവാങ്ങൽ ഹജ്ജിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ദൗത്യവുമായിട്ടാണോ എന്നെ ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചത്, എന്തൊരു ഡ്യൂട്ടിയാണോ പടച്ച റബ്ബ് എന്നെ ഏൽപ്പിച്ചത്, ആ ദൗത്യം ഞാൻ നിർവഹിച്ചിട്ടില്ലേ, നിർവഹിച്ചിരിക്കുന്നു എന്ന് 1.25 ലക്ഷത്തോളം വരുന്ന ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയത് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ചരിത്രം നമുക്കറിയുന്ന വർത്തമാനമാണ്.
1.25 ലക്ഷത്തോളം. അതിന് പ്രതീകാത്മകമായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ എണ്ണം 1.25 ലക്ഷമാണെങ്കിൽ അവസാനത്തെ ഹജ്ജിൽ വെച്ചുകൊണ്ട് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ ഒരു കനപ്പെട്ട ഉത്തരവാദിത്വം ലോക സമൂഹത്തെ പടച്ചറപ്പിന്റെ പ്രവാചകൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ സമ്മേളിച്ചിരിക്കുന്ന ആ സ്വഹാബയെ കിറാം ഉൾപ്പെടുന്ന വിശ്വാസി സമൂഹത്തിന്റെ കണക്കും 1.25 ലക്ഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ആ 1.25 ലക്ഷത്തോളം ആളുകളെ അണിനിരത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ചോദ്യം, അലാ ഹൽ ബല്ലഅതു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? എന്തൊരു ദീനിന്റെ, ഏതൊരു തൗഹീദിന്റെ വ്യാപനമാണോ പടച്ചറപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ആ ദൗത്യം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? എന്താണ് ദീനെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? സ്വർഗം എന്താണെന്ന്, നരകം എന്താണെന്ന്, എങ്ങനെയാണ് നിങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? അങ്ങനെ ചോദിച്ചപ്പോഴാണ് ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബയെ കിറാം അലാഹൽ ബല്ലഅതു എന്ന് ചോദിച്ചപ്പോൾ ബല്ലഅത യാ റസൂലല്ലാഹ് എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ്? അന്ന് മൈക്കില്ല, കറണ്ട് സംവിധാനങ്ങളില്ല. ലക്ഷത്തോളം വരുന്ന സ്വഹാബയെ കിറാം കേട്ടവർ അങ്ങോട്ട്, കേട്ടവർ ഏറ്റുപറയുകയാണ്, ബല്ലഅത യാ റസൂലല്ലാഹ്, ബല്ലഅത യാ റസൂലല്ലാഹ്. റസൂലേ, എന്തൊരു ഉത്തരവാദിത്തമാണോ പടച്ചറപ്പ് താങ്കളെ ഏൽപ്പിച്ചിരുന്നത്, ആ ഉത്തരവാദിത്വം താങ്കൾ വളരെ കൃത്യമായി ഞങ്ങൾക്കിടയിൽ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പടച്ചറപ്പിന്റെ പ്രവാചകൻ ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുന്നത്, അല്ലാഹുമ്മ അശ്ഹദ്, പടച്ചവനെ നീ സാക്ഷിയാണ്. നാളെ മരണപ്പെട്ട് നിന്റെ മുമ്പിൽ ഞാൻ എത്തുമ്പോൾ നീ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ നിർവഹിച്ചിരിക്കുന്നു എന്നതിന് ഇതാ ഈ സമൂഹം മുഴുവൻ സാക്ഷിയാണ് റബ്ബേ, നീയും സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനും നിങ്ങളും അടങ്ങുന്ന ലോകാവസാനം വരെ വരാനിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ ഏൽപ്പിച്ച ഒരു വല്ലാത്ത ഉത്തരവാദിത്വമുണ്ട്. എന്താണെന്നറിയോ? ഫൽയുബല്ലിഇ ഷാഹിദുൽ ഗായിബ. ഇവിടെ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു, ഫൽയുബല്ലിഇ ഷാഹിദുൽ ഗായിബ. ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്ത ആളുകൾക്ക് ഈ ദീനിന്റെ സന്ദേശം നിങ്ങൾ കൈമാറ്റം ചെയ്യണം. എന്താണ് തൗഹീദ് എന്നെത്തിക്കണം. പടച്ചറബിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നന്മ ചെയ്താലുള്ള ഗുണങ്ങളെക്കുറിച്ച്, ജീവിതം തെറ്റായ വഴിയിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അനുഭവിക്കേണ്ടുന്ന കെടുതികളെക്കുറിച്ച് ഇവിടെ ഉള്ളവർ ഇവിടെ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോഴാണ് നാടറിയോ, ഭാഷയറിയോ, വീട്ടുകാർ ഒറ്റക്കാണോ, ആ ചിന്തയൊന്നും അവിടെ കൂടിയവർക്കില്ല. അവിടെ കൂടിയ മുഴുവൻ ആളുകളും അവരുടെ കുതിര, അവരുടെ ഒട്ടകം, അവരുടെ വാഹനങ്ങൾ ഏതു ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കാതെ അവർ യാത്ര പുറപ്പെട്ടു എന്നാണ്. അങ്ങനെയാണ് നമ്മുടെ കേരളക്കരയിൽ പോലും ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തുന്നത് എന്നൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വർത്തമാനമാണ് ഞാൻ പറയുന്നത്. 23 വർഷം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിലും നാട്ടിലും, അടിവരയിട്ട് മനസ്സിലാക്കണം, സ്വന്തം ജീവിതത്തിലും നാട്ടിലും അതിനെ സ്ഥാപിക്കുകയും ചെയ്തിട്ടാണ് ശേഷം വരുന്ന സമൂഹങ്ങൾക്ക് വേണ്ടി ആ പണി ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം ഉമ്മത്തിനെ ഏൽപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വഹാബയെ കിറാം എങ്ങോട്ടാണോ അവരുടെ വാഹനങ്ങൾ തിരിഞ്ഞു നിന്നത് അങ്ങോട്ട് യാത്ര തിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളെ ഏൽപ്പിച്ച ആ പണി നിർവഹിക്കാൻ. ഇവിടെ ഹാജരില്ലാത്ത, റസൂല് പ്രസംഗിക്കുമ്പോ, റസൂല് പ്രഭാഷണം നടത്തുമ്പോ ഈ മക്കയിൽ ഹാജരില്ലാത്ത ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ആളുകൾക്ക് ദൈവിക ദീനിന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി അവരെങ്ങനെ പുറപ്പെടുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 1.25 ലക്ഷത്തോളം ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാ പറയുന്നത്. പക്ഷെ നോക്കൂ നിങ്ങൾ, ഇന്നും മക്കയിലും മദീനയിലുമായിട്ട് സ്വഹാബയെ കിറാമിന്റെ കബറുകൾ പരിശോധിക്കുമ്പോൾ 1.25 ലക്ഷം സ്വഹാബിമാരുടെ കബറുകൾ അവിടെ ഇല്ലല്ലോ. എവിടെ പോയി എന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കുന്ന മറുപടിയാണ്, അവർ വിവിധ നാടുകളിലേക്ക് ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി അവർ പുറപ്പെടുകയായിരുന്നു എന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം സ്പിരിറ്റോടുകൂടി അവർ അതിനെ ഏറ്റെടുക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞതൊക്കെയും കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി ലോകത്ത് ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി, ആ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി ഒരു പ്രവാചകൻ വരില്ല.
ഒരു പ്രവാചകൻ വരില്ല. കാരണം മുഹമ്മദ് നബി എന്ന് പറയുന്നത് അന്ത്യപ്രവാചകനാണ്. മുഹമ്മദ് നബിയോടുകൂടി ആ ഇസ്ലാമിനെ സമ്പൂർണമാക്കി തന്നു. ഇരു ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഈ ഇസ്ലാമിനെ പറയാൻ, ഇസ്ലാമിനെ പഠിപ്പിക്കാൻ, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൗഹീദിനെ അവതരിപ്പിക്കാൻ ഇനിയൊരു പ്രവാചകൻ ലോകത്തേക്ക് വരില്ല. എന്തുകൊണ്ട് ഇനി പ്രവാചകൻ വരില്ല എന്നതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് മഹാന്മാർ പറയുന്നത്. 2 കാരണങ്ങളാണ്. അതിലൊന്നാമത്തത്, ഈ വിശുദ്ധ വേദഗ്രന്ഥം ലോകാവസാനം വരെ നിലനിർത്തുമെന്നല്ല പറഞ്ഞതാണ്. വിശുദ്ധ വേദഗ്രന്ഥം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങൾക്ക് സ്വർഗത്തിലേക്കെത്താൻ നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നരകത്തിൽ നിന്ന് വഴിമാറിപ്പോകാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വഴികാട്ടിയാണ് വിശുദ്ധ വേദഗ്രന്ഥം എന്ന് പറയുന്നത്. ആ ഗൈഡായിട്ടുള്ള വഴികാട്ടിയായിട്ടുള്ള ഈ വേദഗ്രന്ഥം അതിനി ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു പോകില്ല. അതിൻ്റെ നിയമങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വരില്ല, വള്ളിപുള്ളി പോലും വ്യത്യാസപ്പെടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം അത് ഖിയാമത്ത് നാൾ വരെയും ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി അത്തരം ഒരു പുതിയ വേദഗ്രന്ഥവുമായിട്ട് ഒരാൾ വരേണ്ട ആവശ്യമില്ല. ആ വേദഗ്രന്ഥം അങ്ങനെ തന്നെ ലോകത്ത് ഉണ്ടാകും, അത് ഖിയാമത്ത് നാൾ വരെയും. അതാണ് ഇനി ഒരു പ്രവാചകൻ വരേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തെ കാരണം നമ്മളിലേക്ക് തട്ടിച്ചു വെക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇനി ഒരു പ്രവാചകൻ വരില്ല? അതിൻ്റെ ഉത്തരം എന്ത് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ ഹജ്ജിൽ വെച്ചുകൊണ്ട് ഈ ദൗത്യം നിങ്ങൾ നിർവഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുത്തല്ലോ ഒരു സമൂഹത്തിന്. ആ സമൂഹത്തിൻ്റെ പിൻഗാമികൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആളുകളായിട്ട് അറിയപ്പെടുന്ന ഈ പറയുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങളുമൊക്കെ ഈ 2025 ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതാണ് ഇനി ഒരു പ്രവാചകൻ വരാതിരിക്കാനുള്ള കാരണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എന്താ നമ്മളെ പണി? എന്താണോ ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ചത്, വേണ്ട നന്ന ചുരുങ്ങിയത് 23 വർഷം മക്കയിലും മദീനയിലുമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് യാതനകളും മർദ്ദനങ്ങളും അനുഭവിച്ചുകൊണ്ട് സ്വഹാബെ കിറാമോടൊപ്പം കൂടി എന്താണോ പ്രവാചകനും അനുയായികളും നിർവഹിച്ചത്, അതേ ഉത്തരവാദിത്തമാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ ആളുകളെന്നറിയപ്പെടുന്ന എനിക്കും നിങ്ങൾക്കും ഇവിടെ നിർവഹിക്കാനുള്ളത് എന്ന് ആമുഖം ഒരൊറ്റ വാക്കിൽ നമ്മൾ മനസ്സിലാക്കുക. എന്തേ നമുക്ക് നിർവഹിക്കാനുള്ളത്? നമസ്കരിക്കലും നോമ്പെടുക്കലും മാത്രമല്ല, അത് ഞാൻ പോണ വഴിക്ക് പറയും. നമസ്കരിക്കലും നോമ്പെടുക്കലും മാത്രമല്ല, അതിനുമപ്പുറം എന്താണോ പ്രവാചകൻ മുഹമ്മദ് നബി രാവും പകലും അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിർവഹിച്ചത്, അതാണ് എനിക്കും നിങ്ങൾക്കും ഈ മണ്ണിൽ നിർവഹിക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി ഹുവ ജ്തബാകും. നമ്മളൊക്കെ വായിച്ചു പഠിക്കേണ്ട ഒരു ആയത്ത് കൂടിയാണ്. സൂറത്തുൽ ഹജ്ജിന്റെ അവസാന ഭാഗത്തുള്ള ആയത്താണ്. ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി, നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ടതുപോലെ ജിഹാദ് ചെയ്യണം. അതിനാണ് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ ഒരു പ്രഖ്യാപനമാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാൻ, നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണം. ആ ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഈ പറയുന്നത്. നോക്കൂ, നിങ്ങൾ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ഒരു ഡ്യൂട്ടി നിർവഹിച്ചു കൊടുത്തിട്ടില്ലാത്ത ഏതെങ്കിലും സൃഷ്ടി ഉണ്ടോ? അല്ല കൃത്യമായിട്ടൊരു ഡ്യൂട്ടി കൊടുക്കാത്ത, ഒരു ധർമ്മം കൊടുക്കാത്ത, അതൊരു ഉറുമ്പാണെങ്കിൽ പോലും, നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ബാക്ടീരിയ വൈറസ് ആണെങ്കിൽ പോലും കൃത്യമായ ഒരു ഡ്യൂട്ടി പടച്ചോൻ നിശ്ചയിച്ചു കൊടുത്തിട്ടില്ലാത്ത ഒരു ജീവജാലങ്ങളും ഇല്ല ലോകത്ത്. ഉണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞോളി, ഉണ്ടോ? ഇല്ല. സൂര്യൻ അല്ല കൃത്യമായിട്ടൊരു പണി കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? എന്താ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ലോകത്തിന് പ്രകാശം കൊടുക്കൽ ആ സൂര്യൻ്റെ പണി. ചന്ദ്രൻക്കല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ലോകത്തിന് ആവശ്യമായ വളരെ സുന്ദരമായ രൂപത്തിലുള്ളൊരു വെളിച്ചം കൊടുക്കലാണ്, മങ്ങിയ വെളിച്ചം കൊടുക്കലാണ് അതിൻ്റെ പണി. മേഘത്തിനുള്ള പണി കൊടുത്തു. ഇങ്ങനെ ലോകത്തെ മുഴുവൻ നമ്മൾ കാണുന്ന മരങ്ങൾക്ക്, വിഷപ്പാമ്പുകൾക്ക് പോലും പടച്ചവൻ നിശ്ചയിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളില്ലാത്തൊരു സൃഷ്ടി പോലും ഭൂമി ലോകത്തില്ല.
നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഓരോ സൃഷ്ടികൾക്കും പടച്ച റബ്ബ് ഇന്ന ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ നിർണയിച്ചു കൊടുത്തപ്പോ മനുഷ്യരായ നമുക്ക് ബുദ്ധിയും ചിന്തയും വിവേചന ശക്തിയും ഒക്കെ ഉള്ളവർ എന്ന നിലക്ക് നമ്മളെ പടച്ച റബ്ബ് ഏൽപ്പിച്ചൊരു പണി ഏതാണെന്നറിയോ? നമ്മളെ ഏൽപ്പിച്ച പണിയും ലോകത്തിന് വെളിച്ചം കൊടുക്കൽ തന്നെയാ. പക്ഷെ അത് സൂര്യൻ കൊടുക്കുന്ന വെളിച്ചമല്ല, ചന്ദ്രൻ കൊടുക്കുന്ന വെളിച്ചമല്ല. പിന്നെ ദൈവിക ദീനിന്റെ പ്രകാശം അത് ലോകത്ത് പരത്തുക എന്ന ദൗത്യമാണ് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിനെ ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് തൗഹീദ് എന്ന് ലോകത്ത് നിങ്ങൾ പ്രചരിപ്പിക്കുക. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുഭാഗത്ത്, നിങ്ങൾ പണിയെടുക്കുന്ന സ്ഥാപനത്തിൽ, നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ, നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ, നിങ്ങൾ ജീവിക്കുന്ന കുടുംബത്തിനകത്തൊക്കെ എന്താണ് ഇസ്ലാം, എന്താണ് പടച്ച റബ്ബ്, എന്താണ് നരകം, എന്താണ് ദീന്, എന്താണ് പ്രവാചകന്മാർ, എന്താണ് പരലോകം, ആരായിരുന്നു മലായികത്തീങ്ങൾ എന്നിങ്ങനെയുള്ള ദീനിന്റെ വെളിച്ചം, ദീനിന്റെ ആ വ്യാപനം നിങ്ങൾ നിർവഹിക്കണം. അതാണ് പടച്ച റബ്ബ് മനുഷ്യരായ നമുക്ക് ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വം. എന്നിട്ടാണ് പറഞ്ഞത് ജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുറപ്രകാരം ജിഹാദ് ചെയ്യണം. എന്താണ് പറഞ്ഞതെന്നറിയോ? ജിഹാദ് ചെയ്യേണ്ട വിധം ജിഹാദ് ചെയ്യണം എന്നാ. സമയമുണ്ടെങ്കിൽ ഞാൻ അവസാനം ഒരു കാര്യം പറയുമ്പോൾ ഈ ആയത്ത് ഒന്നുകൂടി ചേർത്ത് വെക്കും, നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണം. അപ്പോ ജിഹാദ് ചെയ്യണം എന്നാ പറഞ്ഞേ. എന്താ ജിഹാദ് എന്ന് പറഞ്ഞാൽ? സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാട്ടിൽ വളരെയേറെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് അത് ജിഹാദ് എന്ന് പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയത് ഇന്നും നിലന്നല്ല, വർഷങ്ങളുടെ പഴക്കമുണ്ടതിന്, വർഷങ്ങളുടെ പഴക്കമുണ്ട്. സ്വാമി ശ്രദ്ധാനന്ദ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ശുദ്ധി പ്രസ്ഥാനം ഉണ്ടാക്കിയിരുന്നു പണ്ട് കാലത്ത്. എന്തിനാണെന്നറിയോ? ഇതിനൊക്കെ സംഘപരിവാരങ്ങൾ തുടങ്ങിയല്ലോ, ഗർവാപ്പസി. എന്ത് ഗർവാപ്പസി? തറവാട്ടിലേക്ക് തിരിച്ചു വരിക, മതപരിവർത്തനം നടത്തി മുസ്ലിങ്ങളൊക്കെ ശുദ്ധീകരിക്കുക. കാരണം നിങ്ങൾ അടിസ്ഥാനം ഞങ്ങളാണ്, അപ്പൊ അങ്ങോട്ട് തിരിച്ചു വരണം. ആ ഗർവാപ്പസിയുടെ പഴയ രൂപം ഉണ്ടായിരുന്നു സ്വാമി ശ്രദ്ധാനന്ദ രൂപീകരിച്ചത് ശുദ്ധി പ്രസ്ഥാനം. ലക്ഷ്യതായിരുന്നു മുസ്ലിങ്ങളൊക്കെ പാടെ തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുപോയിട്ട് ശുദ്ധീകരിക്കേണ്ടതായിരുന്നു ലക്ഷ്യം. എന്തോ അതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു മുസ്ലിമിന്റെ കയ്യാൽ ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടു. ഏതോ ഒരു മുസ്ലിം വോട്ടി ചങ്ങാതിനെ കൊന്നു. ആ സമയത്ത് ലോകത്ത് വല്ലാതെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു, ഇതാണ് ഇസ്ലാമിലെ ജിഹാദ്. ഇസ്ലാമല്ലാത്ത മറ്റുള്ളവരെയൊക്കെ തല്ലലും വെട്ടലും കൊല്ലലും, ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ടടിക്കലും, ഇങ്ങോട്ട് കുത്തിയതുപോലെ അങ്ങോട്ട് കുത്തലുമാണ് ജിഹാദ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചൊരു കാലത്താണ് മഹാനായ അബുൽ അഅ്ല മൗദൂദി അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന, ഇന്നും ലോകത്ത് ജിഹാദിനെ കുറിച്ച് കൊണ്ട് പഠിക്കാൻ വേണ്ടി ഒഫീഷ്യലായിട്ട് റഫറൻസിന് ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അൽ ജിഹാദ് ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്ന അതികനപ്പെട്ട പുസ്തകം എഴുതുന്നത്. ഞാൻ പറഞ്ഞത് ജിഹാദിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ 2020-ലോ 2023-ലോ തുടങ്ങിയതല്ല, അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്താ ജിഹാദ് എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുന്നത്? അത് മുസ്ലിങ്ങളല്ലാത്തവരെ വട്ടലാണ്, ഇസ്ലാം അല്ലാത്തവരെ കൊല്ലലാണ്, ഇങ്ങോട്ട് കുത്തിയ പോലെ അങ്ങോട്ട് കുത്തലാണ്, ഇങ്ങോട്ട് വെട്ടിയ പോലെ അതേ വർഷവും അതേ ദിവസവും നോക്കി വെട്ടല. കാര്യം മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ജിഹാദ് എന്ന് ഇസ്ലാമിന്റെ അകത്തുള്ളവർ പോലും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നുമല്ല. ഇവിടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആമുഖത്തിൽ കേൾക്കുന്നതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി നമുക്ക് കഴിയണം. അതൊന്നുമല്ല ജിഹാദ്. എന്താ ജിഹാദ് എന്ന് പറഞ്ഞാൽ? നേർക്ക് നേരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജിഹാദ് പരിശ്രമിക്കുക എന്ന, അധ്വാനിക്കുക എന്ന. എന്തിന് പരിശ്രമിക്കുക? അള്ളാഹുവിന്റെ ദീനിനെ ലോകത്തെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നന്മ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ തെമ്മാടിത്തരങ്ങളും വൃത്തികേടുകളും ശിർക്കും ഉണ്ടോ? ആ ശിർക്കും തെമ്മാടിത്തരങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആ പരിശ്രമിക്കുന്ന മുഴുവൻ പരിശ്രമത്തിനും പറയുന്ന പേരാണെന്ത്? ജിഹാദ് എന്ന്. പിന്നെ അത് യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചാൽ അതൊക്കെ അത് അങ്ങേ അറ്റത്താണ്, വിശദീകരിക്കാനുള്ള സമയപ്പല്ല, ഒന്ന് ഓടിച്ചു പോകാം. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത് മക്കയിൽ വന്നുടനെ യുദ്ധം ചെയ്യായിരുന്നോ? അല്ലല്ലോ. എത്ര കാലം അനുഭവിച്ചു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടില്ലേ, എത്ര കാലം അനുഭവിച്ച് അവസാനം അവർ വിറപ്പിക്കപ്പെട്ടു എന്നല്ലേ. എന്നിട്ട് അവസാന ഘട്ടത്തിലല്ലേ പടച്ച റബ്ബ് മദീന കാലഘട്ടത്തിൽ ഹിജറ പോയപ്പോഴല്ലേ യുദ്ധത്തിന് അനുവാദം കൊടുക്കുന്നത്? അതല്ലാതെ വന്നപ്പത്തിനടുത്ത് യുദ്ധം ചെയ്ത് അല്ല. അപ്പൊ അതൊക്കെ അങ്ങേ അറ്റത്ത് വരാവുന്നതാണ്. അല്ലാതെ ജിഹാദ് എന്ന് പറഞ്ഞാൽ വെട്ടലും കൊല്ലലൊന്നല്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ ലളിതമായിട്ട് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ദീനിനെ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന എന്തൊക്കെ ശ്രമങ്ങളുണ്ടോ അതൊക്കെ ജിഹാദാണ്. നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജിഹാദാണ്.
നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളൊരു മുസ്ലിം സുഹൃത്തിന് ഇസ്ലാമിൻ്റെ ഒരു സന്ദേശം, ഒരു മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഈ മനസ്സോടെയാണെങ്കിൽ അത് ജിഹാദാണ്. നിങ്ങൾ നാട്ടിൽ നടക്കുന്ന തിന്മയ്ക്കെതിരെ ഒരു പോസ്റ്റർ എഴുതി അങ്ങാടികൾ കൊണ്ടുപോയിട്ട് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ അത് ജിഹാദാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി വീട് വീടാന്തരം സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ജിഹാദാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അള്ളാഹ് പറയുന്നു വിശുദ്ധ ഖുർആനിലൂടെ, മനുഷ്യരെ ഞാൻ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്, അത് ജിഹാദ് ചെയ്യലാണ്. അത് ചെയ്യേണ്ട വിധം നിങ്ങൾ ചെയ്യണം, ചെയ്യേണ്ട വിധം നിങ്ങളത് ചെയ്യണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ സാന്ദർഭികമായ ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അവസാനം ചോദിക്കേണ്ട ചോദ്യമാണ്, ഇപ്പോഴേ ഞാൻ ചോദിച്ചു വെക്കുന്നു. സൂര്യനെ ഏൽപ്പിച്ച പണി ചെയ്യുന്നുണ്ട്, ചന്ദ്രനെ ഏൽപ്പിച്ച പണി ചെയ്യുന്നുണ്ട്. ലോകത്തെ മുഴുവൻ സൃഷ്ടിജാലങ്ങളും പടച്ചിറപ്പ് ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അലംഭാവവും അതിൽ വരുത്തിയിട്ടില്ല. പക്ഷേ ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യ സമൂഹത്തെ പടച്ചിറപ്പ് ഏൽപ്പിച്ച പണി നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? സൂര്യന്റെ പണി ഇടതടവില്ലാതെ ചെയ്യുന്നത് പോലെ, ചന്ദ്രന്റെ ഡ്യൂട്ടി പടച്ചിറപ്പ് ഏൽപ്പിച്ചത് ഇടതടവില്ലാതെ ചെയ്യുന്നത് പോലെ, മനുഷ്യൻ എന്ന നിലയ്ക്ക്, വിശ്വാസി എന്ന നിലക്ക് എന്നെയും നിങ്ങളെയും പടച്ചിറപ്പ് ഏൽപ്പിച്ച, അതിനുമപ്പുറം പടച്ചിറപ്പേൽപ്പിക്കുക മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹബീബ് വിടവാങ്ങുന്ന നേരത്തൊരു വസിയ്യത്ത് എന്ന രീതിയിൽ എന്നെയും നിങ്ങളെയും വിശ്വസിച്ചേൽപ്പിച്ചൊരു പണിയുണ്ടല്ലോ. എന്താ പറഞ്ഞത്? ഞാൻ 23 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ദീനുണ്ടല്ലോ, അത് നശിച്ചു പോകാൻ പാടില്ല, അതില്ലാതായി പോകാൻ പാടില്ല. അത് നിങ്ങൾ ലോകത്ത് വരുന്ന സമൂഹങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ എന്നുള്ള ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഞാനും നിങ്ങളും അത് നിർവഹിക്കുന്നിടത്ത് എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. സമയമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവസാനം കുറച്ച് കാര്യങ്ങൾ പറയും. എന്തായിരുന്നാലും വിശുദ്ധ ഖുർആൻ നമ്മളെക്കുറിച്ച് പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ടല്ലോ. സൂറ ആലി ഇംറാനിൽ 104-ാമത്തെ ആയത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട ചില ആയത്തുകളാണ്, നമ്മളെക്കുറിച്ച് പറയുന്ന വർത്തമാനങ്ങളാണ്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു ഉമ്മത്തുണ്ടാകണം, നിങ്ങളിൽ നിന്നൊരു വിഭാഗം ഉണ്ടാകണം. എന്താ അവരുടെ പണി? യദ്ഊന ഇലൽ ഖൈർ, അവർ നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കണം, നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കണം. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും വേണം. എന്ന് പറഞ്ഞാൽ നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നുണ്ടാകണം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. ആരാ വിജയിച്ചവർ? ഈ നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്നവർ. അങ്ങനെ നന്മയിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങിയിട്ട്, നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് ഇറങ്ങിയിട്ട്, നിങ്ങളുടെ വാർഡിലേക്ക് ഇറങ്ങിയിട്ട്, നിങ്ങളുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാണ് വിജയിക്കുന്നവർ എന്നൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു. തീർന്നില്ല, മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു കുന്തും ഖൈറ ഉമ്മ, നിങ്ങളൊരു ഉത്തമ സമൂഹമാണ്. നമ്മളെക്കുറിച്ച് പറയാ, നിങ്ങളൊരു ഉത്തമ സമൂഹമാണ്. ഉഖ്രിജത് ലിന്നാസ്, എന്തിനാ നിങ്ങളെ കൊണ്ടുവന്നത്? എന്തിനാ നിങ്ങളെ കൊണ്ടുവന്നത്? നിങ്ങളെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് ചില ബാധ്യതകളുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ നിങ്ങളെ കൊണ്ടുവന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ വിശാലമായ അർത്ഥങ്ങളുണ്ട്. അവിടെയും പറഞ്ഞു തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, ജനങ്ങളിലേക്ക് ഇറങ്ങണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, ജനങ്ങൾക്കൊപ്പം എഴുന്നേറ്റ് നിൽക്കണം, അവരുടെ പ്രയാസങ്ങൾ കണ്ടറിയണം, അവരുടെ കണ്ണുനീരൊപ്പണം, അവരെ ചേർത്ത് നിർത്തണം, അവരിൽ ഒരാളായിട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ ഇങ്ങനെ വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് പള്ളികൾക്കുള്ളിൽ ഇങ്ങനെ ആരാധനകളും തസ്ബീഹും ദിക്റുമായിട്ട് മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല. നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം, മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കണം, പ്രയാസപ്പെടുന്നവരെ ചേർത്ത് നിർത്തണം, എന്നിട്ടോ അവരോട് നന്മ കൽപ്പിക്കണം. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തത്. ആദ്യം തന്നെ ബിലാൽ റളിയല്ലാഹു പോയിട്ട് ഇസ്ലാമിനെ പഠിപ്പിക്കലല്ല, അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് സ്വന്തത്തിലേക്ക് ചേർത്ത് നിർത്തി, എന്നിട്ടാണ് ഇസ്ലാമിനെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുന്തും ഖൈറ ഉമ്മ, നിങ്ങളൊരു ഉത്തമ സമൂഹമാണ്, നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങണം. കാരണം നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവരിലേക്ക് ഇറങ്ങാനാണ്, അവരോടൊപ്പം ചേർന്ന് നിൽക്കാനാണ്, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടറിയാനാണ്. എന്നിട്ടോ അവരെ നിങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തിയിട്ട് നിങ്ങൾ നന്മ എന്താന്ന് പറഞ്ഞു കൊടുക്കണം, തിന്മ എന്താന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഇതൊക്കെ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണെന്നായി പറയണത്. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഖേദകരമെന്ന് പറയട്ടെ, പലപ്പോഴും ഈ ധാരണ പോലും ഇന്ന് മുസ്ലിം സമുദായത്തിനില്ല. ഉണ്ടോ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി. ഏതെങ്കിലും അല്ലറച്ചില്ലറ മുസ്ലിം സംഘടനകൾ വളരെ വളരെ ന്യൂനപക്ഷം ഇത്തരം പ്രവർത്തനങ്ങൾക്കായിട്ട് പോകുന്നു എന്നതല്ലാതെ
98% മുസ്ലിം സമുദായത്തിനകത്തും ഇത്തരം ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ചൊരു ധാരണയില്ല. മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിതന്മാർ പോലും ഇത്തരം ഒരു ധാരണയെക്കുറിച്ച് ആളുകളെ പഠിപ്പിക്കുന്നുമില്ല. ഉണ്ടോ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കേ. മുസ്ലിം സമുദായത്തെ വിളിച്ചു കൂട്ടിയിട്ട് രാത്രി വാകുകളിൽ പാതിരാ പ്രസംഗങ്ങളിൽ ആരാ പറയാറുള്ളത്? ഞാൻ കുറ്റപ്പെടുത്തല്ല, ആരാ പറയാറുള്ളത്? നമ്മുടെ നാട്ടിലൊക്കെ വാത് നടക്കാറുണ്ടല്ലോ അല്ലെ? നട്ടപ്പാതിരാക്ക് നമ്മൾ വാത് നടത്താറുണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രം, കർബല ചരിത്രം, അങ്ങനെ ചരിത്രങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക്. ചരിത്രങ്ങൾ പറയണ്ട എന്നല്ല, അത് പാട്ടും കഥാപ്രസംഗങ്ങളുമൊക്കെ ആയിട്ട് എന്ത് മെസ്സേജ് അതിലൂടെ കിട്ടുന്നത്? എന്ത് മെസ്സേജ് അതിലൂടെ കൊടുക്കാൻ കഴിയുന്നത്? എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുസ്ലിം ഉമ്മത്തിനെ വിളിച്ചിട്ടില്ല ഇത് നമ്മളെ ഉത്തരവാദിത്തമാണ്, ഇത് പടച്ചറപ്പിന്റെ പ്രവാചകൻ വിശ്വസിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചു പോയൊരു പണിയാ, ഇത് നമ്മൾ ചെയ്യണട്ടോ എന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പറയാറുണ്ടോ? ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം സമുദായം നിർവഹിക്കേണ്ടുന്ന ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് സമുദായ നേതൃത്വം പോലും പലപ്പോഴും അണികളെ ബോധവൽക്കരിക്കുന്നില്ല എന്നതാണ് ഖേദകരമായ അവസ്ഥ. പലപ്പോഴും എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള എന്താ? അത് സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് മതി? നിസ്കാരം നോമ്പ് നിർവഹിച്ചാൽ മതി. നിസ്കാരം നോമ്പൊക്കെ നിർവഹിച്ചാൽ സ്വർഗം കിട്ടും. അങ്ങനെ നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുക ഇത്തികാഫിന്റെ എണ്ണം, നിർവഹിക്കുന്ന തഹജ്ജുദിന്റെ എണ്ണം വേണ്ട എന്നല്ല ഈ പറയുന്നത്. അതൊക്കെ വേണം എന്തിനെന്ന് ഞാൻ പറയും. അതൊക്കെ വേണം, വേണ്ട എന്നല്ല. പക്ഷേ പലപ്പോഴും സമുദായം പോലും അണികളെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയോ? ഇങ്ങനെ നിങ്ങൾ ആളുകളിലേക്ക് ഇറങ്ങണം, ആളുകളെ നന്നാക്കണം, തൗഹീദ് എന്താന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളടുത്ത് താമസിക്കുന്ന ചന്ദ്രേട്ടനും ജോസഫേട്ടനും രാധ ചേച്ചിക്കൊക്കെ നിങ്ങൾ ഇസ്ലാം എന്താന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് എവിടെയാണ് പ്രസംഗിക്കാറുള്ളത്? ഏത് സമുദായ നേതൃത്വം പറഞ്ഞു കൊടുക്കാറുള്ളത്? നമ്മൾ പറയാം നമസ്കാരത്തെക്കുറിച്ചും നോമ്പിനെക്കുറിച്ചും മാത്രമാണ്. അപ്പം നമ്മുടെ പോലും ധാരണ എന്താണെന്നറിയോ? ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പോലും ധാരണയില്ല. നമസ്കാരം, നോമ്പ് പോലുള്ള ചില ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചാൽ നമുക്കങ്ങ് സ്വർഗം കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത് വേണ്ട എന്നല്ല. പക്ഷേ വിശുദ്ധ ഖുർആനിലെ ആയത്തെ നിങ്ങളെ കേൾപ്പിക്കാം. പറ്റുമെങ്കിൽ പഠിച്ചു നോക്കിയോ? സൂറത്തുൽ ബഖറയിലെ 214 വചനം, 214 ആയത സൂറത്തുൽ ബഖറയിലെ അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന. ആ ചോദ്യം എൻ്റെ നിങ്ങൾ നെഞ്ചത്ത് കൊള്ളണം. വല്ലാത്തൊരു ചോദ്യമാണ്. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന. നിങ്ങൾ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് വരാൻ നിങ്ങൾ വിചാരിച്ചിരിക്കുക. ശൈലി അങ്ങനെ. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന. നിങ്ങൾ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് വരാമെന്ന് നിങ്ങൾ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണോ? ഫലമ്മാ യഅതികും മസലുൽ ലദീന ഹലൗ മിൻ ഖബ്ലികും. നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ സമൂഹങ്ങൾ അനുഭവിച്ച അനുഭവങ്ങളിൽ നിന്ന് അല്പം പോലും നിങ്ങൾ അനുഭവിക്കാതെ എന്നിട്ടെന്താ അവരനുഭവിച്ചത്? മസ്സത്തുഹുമുൽ ബഅ്സാഉ വദ്ദറാ. അവർ ഒരുപാട് ഉപദ്രവങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എത്രത്തോളം? വസുൽസിലു. അവർ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹ് മതാ നസ്റുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലും അനുയായികളും പറഞ്ഞു പോകുമാർ എന്ത്? മതാ നസ്റുല്ലാഹ്. പടച്ചോനെ എപ്പോഴാ റബ്ബേ നിന്റെ സഹായം വരിക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുർആൻ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ലോകത്ത് പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ അനുയായികളും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അനുഭവിച്ച യാതനകളും മർദ്ദനങ്ങളും പീഡനങ്ങളും അത് എത്രത്തോളം എന്ന് വെച്ചാൽ അനുഭവിക്കാൻ കഴിയാതെ പോയ സാഹചര്യങ്ങളിൽ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം പ്രവാചകന്മാർ പറഞ്ഞു പോയിട്ടുണ്ട്, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് പടച്ചോന്റെ സഹായം വരിക എന്ന് വരെ അവർ ചോദിച്ചു പോയിട്ടുണ്ട്. അമ്മാതിരി പ്രയാസങ്ങൾ അവരനുഭവിച്ചു, ത്യാഗങ്ങൾ അവരനുഭവിച്ചു. നിങ്ങൾ അത് ചോദിക്കുക, ഇതിൽ നിന്നൊന്നും ഒരല്പം പോലും നിങ്ങൾക്ക് സഹിക്കാതെ അനുഭവിക്കാണ്ട് പിന്നെന്താ ചോദ്യം? എണ്ണിച്ചൊട്ട ചില ആരാധനകളെ കൊണ്ട് എങ്ങനെ സ്വർഗത്തിക്ക് വരാൻ നിങ്ങൾ വിചാരിച്ചിരിക്കണ്ടോ എന്നാണ് ആ ചോദ്യം. ഇതെൻ്റെ നിങ്ങൾ ഉറക്കം കെടുത്തേണ്ട ചോദ്യമാണ് ഖുർആനിലെ. പക്ഷെ ആയത്തുകൾ നമ്മൾ ആദ്യമായിട്ട് പല ആളുകൾ കേൾക്കുന്നുണ്ടാകാം. നമ്മൾ ഉറക്കം കെടുത്തേണ്ട ചോദ്യമാണത്. നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും മാത്രം സ്വർഗം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ആ നമസ്കാരവും നോമ്പുമൊക്കെ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള പവർ കിട്ടാനുള്ള വഴിയാണ്. മനസ്സിലായുണ്ടോ? സ്വഹാബെ കിറാമിനെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? രാത്രി അവരിങ്ങനെ നമസ്കരിക്കും, പകൽ മുഴുവൻ ഫീൽഡിലാണ്. രാത്രി മുഴുവൻ നമസ്കാരം, പകൽ മുഴുവൻ ദീനിന് വേണ്ടി ഫീൽഡ് വർക്കാണ്. പകൽ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഉപദ്രവങ്ങളും പ്രയാസങ്ങളും മാട്ടും തുപ്പും തെറിവാക്കും അത് കേൾക്കാനുള്ള പവർ എവിടെ കിട്ടണേ അവർക്ക്? എവിടുന്നാ? രാത്രി നമസ്കാരത്തിൽ നിന്നാണ്. അപ്പൊ നമസ്കാരം ഈ ബാത്തുകളൊക്കെ എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യ ഫാഷിസം ഭരിക്കുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തൊക്കെ ആ പണിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പലതും അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ഇന്നലെ കേട്ടില്ലേ വാർത്ത? വായിച്ചില്ല? അഹമ്മദാബാദിലാന്ന് തോന്നുന്നു അല്ലേ?
29 വർഷം എന്തോ കഴിഞ്ഞിട്ടാണ് ഒരു സഹോദരനെ ഇപ്പോൾ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ട് റിലീസാക്കി വിട്ടയച്ചിരിക്കുന്നത്. ഒരു ബസ്സിൽ ബോംബ് വെച്ച് കേസിലെ പ്രശ്നത്തിലാണ്. അല്ല, 29 വർഷം എന്നാണ് ഓർമ്മ. 29 വർഷങ്ങൾക്ക് ശേഷം ഇല്യാസ് എന്ന് പറയുന്ന ഒരു സഹോദരനെ കുറ്റവിമുക്തനാക്കിയിട്ട് നിങ്ങൾ നോക്കി, 29 വർഷം ആരാ തിരിച്ചു കൊടുക്കുക? കണ്ടോ? അങ്ങനെ പലതും കേരളത്തിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇസ്ലാമിന്റെ മാർഗത്തിൽ അറിയപ്പെടുന്ന മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചകത്തിടാണ്, ജാമ്യമില്ലാത്ത കേസുകൾ ചുമത്തിക്കൊണ്ടിരിക്കുക. അപ്പോ ഫാഷിസം ഭരിക്കുന്ന ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഇസ്ലാമിന്റെ ആളുകളായിട്ട് പുറത്തേക്കിറങ്ങുമ്പോൾ, തൗഹീദ് പറയാൻ പുറത്തേക്കിറങ്ങുമ്പോൾ പലതും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, പലതും നിങ്ങൾ കേൾക്കേണ്ടി വരും. ലാത്തി കൊണ്ട് അടികിട്ടി എന്ന് വരും, നിങ്ങളെ കുത്തി വേദനിപ്പിച്ചു എന്ന് വരും, നിങ്ങളെ കണ്ണെറിഞ്ഞ് പൊട്ടിച്ചു എന്ന് വരും, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ടുപോയി കാരാഗൃഹത്തിൽ അടച്ചു എന്ന് വരും. 2 ദിവസം കൊണ്ട് വിട്ടയക്കൂല, ഒരു പക്ഷേ വർഷങ്ങളോളം നിങ്ങൾ അതിനകത്ത് പീഡിപ്പിച്ചു എന്ന് വരും. അതൊക്കെ അനുഭവിക്കാനുള്ള, ത്യാഗം സഹിക്കാനുള്ള പവർ കിട്ടണം. അത് എവിടെ നിന്നാ കിട്ടറിയോ? ഈ സുജൂദ് ചെയ്യുമ്പോളാ. ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, ഇങ്ങനെ പ്രവാചകന്മാരും അനുയായികളും ഒക്കെ ഈ ദീനിന്റെ മാർഗത്തിൽ അനുഭവിച്ച പീഡന, മർദ്ദന, യാതനകൾ, അതിൽ നിന്നൊരല്പമെങ്കിലും സഹിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിക്ക് വരാൻ നിങ്ങൾ ഇങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് വല്ലാത്തൊരു പരിഹാസ ചോദ്യമാണെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഇനി എന്തൊക്കെ അനുഭവിച്ചെന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ചില സഹാബിമാരൊക്കെ വന്ന അനുഭവങ്ങളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലേ? ഹുബൈബ്, ഹബ്ബാബ് റളിയല്ലാഹു ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. മുതുകത്ത് പിന്നെ മാംസമൊക്കെ ഉരുകിപ്പോയ കഥയൊക്കെ നമ്മൾ കേട്ടതാണ്. ചില സഹാബിമാര് പറയുന്നുണ്ട്, ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ അവരുടെ യജമാനന്മാരവിടെ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയാണ്. എങ്ങനെ തടിയെന്നറിയോ? ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നവൻ സ്വയം തളരുന്നത് വരെ. ആര് തളരുന്നത് വരെ? അടി കൊള്ളുന്നവനല്ല. നമ്മളത് ചിന്തിച്ചു നോക്കുക പ്രിയമുള്ളവരെ. നമുക്ക് അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ സമരം ചെയ്തിട്ട് ഒന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് പോലീസിന്റെ ഒരു അടി കൊള്ളണത് ചിന്തിക്കാൻ പറ്റുമോ? പോലീസിന്റെ ലാത്തി കൊണ്ട് മുതുകത്തിക്കൊന്ന് കിട്ടണം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നവൻ സ്വയം തളരുന്നത് വരെ അടിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. നോക്കൂ നിങ്ങൾ, എമ്മാതിരി ക്രൂരമർദ്ദനാണെന്ന്. ബിലാൽ റളിയല്ലാഹുവിന്റെ കഥയൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതൊക്കെ ഒറ്റക്കിരുന്ന് ആലോചിക്കണം നമ്മൾ. കാരണം എന്താ അറിയോ? അതേ സ്വഹാബയെ കിറാൻ പോകുന്ന സ്വർഗത്തിലേക്ക് പോകണമെന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ. എങ്ങനെ? ദീനുൽ ഇസ്ലാമിന്റെ വഴിയിലൂടെ. അവരനുഭവിച്ച ത്യാഗങ്ങൾ എന്തൊക്കെയാ? അവരനുഭവിച്ച യാതനകൾ എന്തൊക്കെയാ? നമ്മളെന്താ മാർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ശരിക്കും നമ്മളും അവരും തമ്മിലൊന്നൊരു കമ്പാരിസൺ നടത്തണം. നമ്മൾ കഥ പറയാനൊക്കെ എളുപ്പമാണ്, കേൾക്കാനും സുഖം. ബിലാൽ റളിയല്ലാഹുവിനെയൊക്കെ കിടത്തിയിട്ടേ എന്താ ചെയ്തിരുന്നത്? ശരീരത്തിലെ വസ്ത്രമൊക്കെ അങ്ങ് അഴിച്ചിട്ട് ചുട്ടുപഴുത്ത മണലങ്ങോട്ട് കിടത്തും. എന്നിട്ട് ഓടി എണിച്ചോടാതിരിക്കാൻ നെഞ്ചിൽ പാറക്കല്ല് കയറ്റി വെക്കുക, കഴുത്തിൽ കയറിട്ടിട്ട് കുട്ടികളെ കൊണ്ട് അങ്ങനെ വലിപ്പിച്ചു കൊണ്ടുപോവുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? തരങ്ങളൊക്കെ ഉണ്ടോ? ഈ കോയമ്പത്തൂരങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ട്, ദാവാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് പോലീസ് പിടിച്ച് നമ്മളെ വസ്ത്രമൊക്കെ അഴിച്ചിട്ടാ നടുറോട്ടിലൂടെ മേത്ത് കല്ലും വെച്ച് കഴുത്തിൽ കയറും കെട്ടിയിട്ട് അങ്ങനെ ശരീരത്തിലെ തോലങ്ങനെ ഉതിർന്നു പോകുമാർ നമ്മൾ നട്ടുച്ചയ്ക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ചിത്രം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, എങ്ങനെ ഇരിക്കുന്നു. അതിനപ്പുറമായിരുന്നു അന്നത്തെ അനുഭവം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അങ്ങനെയാണല്ലോ യാസുർ കുടുംബം എന്ന് പറയുന്ന കഥയൊക്കെ നമ്മൾ പലപ്പോഴും ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാ, നമ്മുടെ ഖുർആൻ സ്റ്റഡിക്കിടയിലൊക്കെ പറഞ്ഞു പോയതാ അല്ലേ? യാസുർ കുടുംബം വന്നിട്ട് റസൂലിനോട് പറയുന്നുണ്ടല്ലോ, റസൂലേ, ദീനിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ വയ്യാന്നാണോ പറയണേ? അല്ല, നമ്മൾ ആലോചിക്കണം. നമ്മളും അവരൊക്കെ എവിടെ നിൽക്കുന്നു? അവർക്ക് എന്തൊരു ഉത്തരവാദിത്തമാണോ പടച്ചിറപ്പും പ്രവാചകരും ഏൽപ്പിച്ചു കൊടുത്തത്, അതേ ഉത്തരവാദിത്തം തന്നെയാണ് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ എവിടെ നിൽക്കണമെന്ന് ആലോചിക്കേണ്ടത്. യാസുർ കുടുംബം വന്നിട്ട് റസൂലിനോട് എന്താ പറയണമെന്ന് അറിയോ? ഒരുപാട് അനുഭവിച്ചിട്ടാ വരുന്നത്. എന്താ അനുഭവം? സ്വന്തം മകനെയും ഭർത്താവിനെയും കെട്ടിയിട കുരിശിൽ തറയ്ക്കുക, എന്നിട്ട് അത് ക്രൂരമായിട്ട് മർദ്ദിക്കുക. സ്വന്തം ഉമ്മാന്റെയും ഭാര്യയുടെയും സുമയ്യ ബീവിയുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ അതിക്രൂരമായ മർദ്ദനങ്ങൾ, ഇരുമ്പിന്റെ കമ്പി പഴുപ്പിച്ചിട്ട് ശരീരത്തിലൂടെ കുത്തിക്കയറ്റുക. ഇതൊക്കെ പാട് അനുഭവിച്ചിട്ട് അവസാനം അവര് റസൂലിനോട് വന്ന് പറയുന്ന വർത്താനം എന്താ അറിയോ? റസൂലെ, അനുഭവിച്ചു മടുത്തു റസൂലെ എന്നല്ല. പിന്നെ പടച്ചറബിന്റെ പ്രവാചകരെ, ഈ ദീനിന്റെ മാർഗത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ സഹായം ചോദിക്കുന്നില്ലേ? പടച്ചറബിനോട് പ്രാർത്ഥിക്കുന്നില്ലേ എന്നാ ചോദിക്കുന്നത്.
അങ്ങനെ ചോദിക്കുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അവരോട് പറഞ്ഞ വർത്താനൊക്കെ നമുക്കറിയാം. പ്രതീക്ഷകൾ വെച്ചു കൊടുത്തു. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കുക. എന്താ അറിയോ? നിങ്ങളൊന്നും എവിടെ എത്തിയിട്ടില്ല. എന്താ പറഞ്ഞത്? നമ്മളെയൊക്കെ ധാരണ എന്താണെന്നറിയോ? ഒരു ഞായറാഴ്ച സ്ക്വാഡ് പ്രവർത്തനത്തിന് പോയാൽ നമ്മൾ ദീനിന് വേണ്ടി എന്തൊക്കെയോ മാറ്റി വെച്ചു എന്നാണ് നമ്മുടെ ധാരണ, അല്ലേ? ഒരു സ്ക്വാഡ് പ്രവർത്തനത്തിനോട് പോയ ഒരു ക്ലാസ്സിൽ വന്നിരുന്ന നമ്മൾ ഇസ്ലാമിന് വേണ്ടി എന്തോ ത്യാഗം സഹിച്ചു എന്നാണ് നമ്മുടെയൊക്കെ കാഴ്ചപ്പാട്, അല്ലേ? ഇമ്മാതിരി യാതനകൾ അനുഭവിച്ചിട്ട് റസൂലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല റസൂലെ, സഹായം തേടുന്നില്ല റസൂലെ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ധൃതി കൂട്ടുകയാണ്. എന്ത്? നിങ്ങൾ ധൃതി കൂട്ടുകയാണ്, നിങ്ങൾ എങ്ങോട്ടും എത്തിയിട്ടില്ല. എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കാം മുൻഗാമികളുടെ. നിങ്ങൾക്ക് മുമ്പ് ചില സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്താ അവരുടെ പ്രത്യേകത എന്നറിയോ? അവരെ ജീവനോടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ശരീരത്തിൽ നിന്ന് പച്ച മാംസം ഇരുമ്പ് ചീർപ്പ് കൊണ്ട് ചീകിയെടുത്തിട്ടുണ്ട്. ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിയതിന്റെ പേരിൽ ജീവനോടെ പിടിച്ചു നിർത്തിയിട്ട് ഈർച്ചവാള് കൊണ്ട് അങ്ങനെ ഈർന്ന് രണ്ട് പാളിയാക്കി പിളർത്തിയിട്ടുണ്ട്, ഈർന്നിട്ടിട്ടുണ്ട്. പഴയകാല വിശ്വാസ സമൂഹത്തെ ജീവനോടെ പിടിച്ചു കൊണ്ടുപോയി തിളച്ചു മറിയുന്ന എണ്ണച്ചട്ടിയിലിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ധൃതി കാണിക്കുക. ആരോടാ പറയണത്? ദിക്റും സ്വലാത്തുമായിട്ട് ഇരുന്നിട്ട് റസൂലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരോടല്ല. സമൂഹത്തിൽ നിന്ന് അനുഭവിക്കുന്നതിന്റെ അപ്പുറം അനുഭവിച്ചിട്ട് പോയ ആളുകളോട് പറയാ നിങ്ങൾ ധൃതി കാണിക്കാൻ. ഞാൻ പറഞ്ഞത് എന്താ അറിയോ പ്രിയമുള്ള സഹോദരന്മാരെ, സൂറത്തുൽ ബഖറയിലെ ചോദ്യം നമ്മുടെ നെഞ്ചത്ത് കൊള്ളണം, നമ്മുടെ ഉറക്കം കെടുത്തണം. എന്താ ചോദ്യം? നിങ്ങൾക്ക് അങ്ങനെ സ്വർഗത്തിക്കെന്ന് വരാന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, എന്തിനാ റസൂലും സഹാബികളൊക്കെ ഇമ്മാതിരി അനുഭവങ്ങൾ അനുഭവിച്ചത്? എന്തിനാ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളും യാതനകളും ആട്ടും തുപ്പും തെറിവിളിയും എല്ലാ മർദ്ദനങ്ങളും എന്തിനാ അവരനുഭവിച്ചത്? അവരിങ്ങനെ പള്ളിയിൽ ഒതുങ്ങിയിട്ട് ദിക്റും സ്വലാത്തും ഔറാദും ദുആ സമ്മേളനവും നടത്തിയിട്ടാ? അങ്ങനെയായിരുന്നോ? അതിന്റെ പേരിലായിരുന്നോ? അല്ലല്ലോ. നമസ്കരിച്ചതിന്റെ പേരിലായിരുന്നല്ലോ. പിന്നെ അള്ളാഹുവിന്റെ ദീനിനെ, എന്താണ് തൗഹീദ് എന്നതിനെ, ശിർക്കിനെതിരെ സംസാരിച്ചതിന്റെ പേരിലായിരുന്നില്ലേ? അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാ. ഇതൊക്കെ വെച്ചിട്ടാ ഖുർആൻ ചോദിക്കണത് നിങ്ങൾ അങ്ങനെയിട്ട് വരാന്ന് വിചാരിക്കണ്ടോ എന്ന് ചോദിക്കണത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ? എന്നോട് കൂടിയാ ചോദിക്കണത്. നമ്മളൊക്കെ ആലോചിക്കേണ്ടത് നമ്മളും അവരൊക്കെ പോകുന്നത് ഒരേ സ്വർഗത്തിലേക്കാണ് പോകേണ്ടത്, അല്ലേ? നമ്മുടെ പ്രാർത്ഥന അതാ. നമ്മൾ ആലോചിക്കേണ്ടത് ഈ മാർഗത്തിൽ നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരു മുള്ളെങ്കിലും കാലിൽ തറച്ചിട്ടുണ്ടോ? ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരു മുള്ളെങ്കിലും നമ്മുടെ കാലിൽ തറച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ നമ്മൾ മാറണം. നമ്മൾ ചെയ്യേണ്ട പണി ചെയ്തേ പറ്റൂ എന്നൊരു ബോധം കൂടി നമുക്കുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം നിർവഹിക്കേണ്ടവരാണ് നമ്മൾ മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ വേറൊരു കാര്യം കൂടി പറയാം. പ്രവാചകന്മാർക്ക് ശേഷം വലിയൊരു പ്രവാചകന്മാർ വരൂല എന്ന് പറഞ്ഞല്ലേ? പ്രവാചകന്മാരുടെ പ്രത്യേകത അവർക്ക് വഹയി കിട്ടിയെന്നുള്ളതാണ്. എന്താ പ്രത്യേകത? വഹയി കിട്ടിയെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാനാ പറഞ്ഞിട്ടോ? വഹിയില്ലാത്ത പ്രവാചകന്മാരാണ് നമ്മൾ. ആരാണ് വഹിയില്ലാത്ത പ്രവാചകന്മാർ? എന്ന് വെച്ചാൽ എന്താണോ പ്രവാചകന്മാർ ചെയ്ത് അതന്നെ നമുക്കും ചെയ്യാനുള്ളത്. അതേ പ്രശ്നങ്ങളാണ് ഇന്നും നമ്മൾ ജീവിക്കുന്ന ലോകത്തുള്ളത്, ഇല്ലേ? ഞാൻ ഒന്നും വിശദീകരിക്കേണ്ടതില്ല. പക്ഷെ നമുക്ക് വഹി കിട്ടൂല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും തരൂല. ഈ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നമ്മളും ആ പ്രവാചകന്മാരുടെ അതേ റോളിൽ തന്നെ അഭിനയിക്കേണ്ടവരാണ്. ഇനി ചില കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ എന്താ പ്രവാചകന്മാർ അഭിനയിച്ച റോൾ ഏതാ? അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അവര് നിന്ന് കാണിച്ചെന്ന റോൾ ഏതാണ്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 45-46 വചനം അത് നമ്മൾ വായിച്ചു പഠിക്കണം. സൂറത്തുൽ അഹ്സാബിലെ 45-46 വചനം. എന്തിനാണ് നബിനെ അയച്ചത് എന്നാണ്. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റോൾ? എന്തായിരുന്നു? ആ റോൾ തന്നെ നിങ്ങൾക്കുള്ളത്, നമുക്കുള്ളത് എന്ന് പറയാൻ വേണ്ടി അല്ലാഹു ഇങ്ങനെ വിശദീകരിച്ചു തരാൻ. യാ അയ്യുഹൻ നബി, പ്രവാചകനെ, ഇന്നാ അർസൽനാക, നാം താങ്കളെ അയച്ചിരിക്കുന്നു, ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. 5 റോളാണ്. 5 റോളിലാണ് അല്ലാഹു റസൂൽ ഇങ്ങനെ പണിയെടുത്തത് എന്നാ. അത് ഏതൊക്കെയാണെന്നറിയോ? നമ്മൾ ശരിക്കും തിരിച്ചറിയണം. നമ്മൾ എണിച്ചു നിൽക്കേണ്ട റോളുകളാണത്. അതിൽ ഒന്നാമത്തത് ഷാഹിദൻ എന്നാണ്.
സാക്ഷിയാകാനാണ്. ശരിക്കും ശ്രദ്ധിക്കണം, സാക്ഷിയാകാനാണ്. എങ്ങനെ സാക്ഷിയാകാൻ? ഇസ്ലാമിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി, മാതൃകകളായിട്ട് നമ്മൾ മാറണം. അതാണ് ഇസ്ലാമിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി, മാതൃകകളായി നമ്മൾ മാറണം എന്നുള്ളതാണ്. ഇസ്ലാമിനെത്തിക്കുക എന്ന് പറഞ്ഞാൽ കുറേ അങ്ങനെ പ്രസംഗിക്കലാണ്. അത് മാത്രമല്ലല്ലോ, അല്ല, ഇസ്ലാമിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായിട്ട് നമ്മൾ മാറുക എന്നുള്ളത്. അതെങ്ങനെയാണ്? 2 രീതിയിലാണ് നമ്മൾ ഇസ്ലാമിനെ സാക്ഷ്യപ്പെടുത്തേണ്ടത്. 2 രീതിയിലാണ്. ഞാൻ ഇടയിൽ ചോദിക്കും, ശരിക്കും ശ്രദ്ധിക്കണം. 2 രീതിയിൽ, ഉറക്കം വരാതിരിക്കാനാണ്. 2 രീതിയിലാണ് നമ്മൾ ഇസ്ലാമിൻ്റെ സാക്ഷികളാകേണ്ടത്. ഒന്ന് വാക്കുകൊണ്ടാണ്. എങ്ങനെ വാക്കുകൊണ്ട്? ആളുകൾക്കൊക്കെ നമ്മൾ ഇസ്ലാം എന്താണെന്ന്, ഷഹാദത്ത് എങ്ങനെ പറഞ്ഞു കൊടുക്കുക, ദീൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ, ഉറപ്പല്ലേ, ഞാൻ എത്തിച്ചു തന്നു, റസൂൽ പണ്ട് പറഞ്ഞ പോലെ നമ്മൾ സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ വാക്കിലൂടെ നമ്മൾ ഇസ്ലാമിനെ ലോകത്തെന്ത് ചെയ്യുക, അങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അതാണ് ഒന്ന്. അത് ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇനി രണ്ടാമത്തെ ഒന്നുണ്ട്, എന്താ അറിയോ? അത് പ്രവൃത്തി കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന അർത്ഥത്തിൽ, ഈ പണി ഏറ്റെടുത്തവർ എന്ന അർത്ഥത്തിൽ നമ്മുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ ഇസ്ലാമിനെ അങ്ങോട്ട് പഠിക്കണം. എന്താ പറഞ്ഞത്? നമ്മളെ ജീവിതം കണ്ടിട്ട് നമ്മുടെ അയൽവാസി, നമ്മുടെ സ്കൂളിൽ പിന്നെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആള്, നമ്മുടെ നാട്ടുകാർ ഒരു ഇസ്ലാമിനെ എങ്ങനെ പഠിക്കണം. ആരെ കണ്ടിട്ട്? നമ്മളെ ജീവിതം കണ്ടിട്ട്. അതാണ് സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിച്ചല്ലോ ആയിഷ ബീബിനോട്. എന്താ റസൂൽ ആരായിരുന്നു? കാന ഖുർആനൻ യംശി അലൽ അർദ്. എന്താ? ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനായിരുന്നു എന്നാ. അപ്പോൾ എന്താണ് ഇസ്ലാം എന്ന് എങ്ങനെ നമ്മൾ ആളുകളെ അറിയിക്കണം? ഒന്ന് ഞാൻ പറഞ്ഞു, അത് വാക്കിലൂടെ, അല്ലേ? അത് ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം. രണ്ടാമത്തത്, സ്വന്തം ജീവിതത്തിലൂടെ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ കാണണം. എന്താ ഇസ്ലാം, എന്താ തൗഹീദ്, എന്താ നന്മ, ഇതൊക്കെ നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ സാമൂഹിക ജീവിതം, എൻ്റെ അയൽവാസിയോടുള്ള പെരുമാറ്റം, ഇതൊക്കെ കണ്ടിട്ട് ഇസ്ലാം എന്താണെന്ന് മറ്റുള്ളവരിങ്ങനെ അങ്ങോട്ട് കാണണം. അതിന് നമുക്ക് കഴിയാറുണ്ടോ? അങ്ങനെ സാക്ഷ്യം വഹിക്കണം എന്നായി പറയുന്നത്. ഒരുപാട് ചരിത്രങ്ങളെ കാണാൻ കഴിയും. ഈ തമിഴ്നാട്ടിൽ തന്നെ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചൊക്കെ സാധാരണ നമ്മൾ വായിക്കാറുണ്ട്. സമരസത്തിലൊക്കെ മുമ്പ് വന്നതാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത്, അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഒരുപാട് തോട്ടം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മളിലേക്ക് ചിന്തിക്കാൻ ചില ഉദാഹരണങ്ങൾ പറയണം കേട്ടോ. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പിന്നെ പണിക്കാർക്ക് കൂലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൊഴിലാളികളെ പറഞ്ഞുവല്ലോ, സാർ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് വാങ്ങുമല്ലോ, അല്ലേ? പണ്ട് കാലത്താണല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് കൂലി വാങ്ങുമല്ലോ, എന്തിനാ ഞങ്ങളെപ്പോലുള്ള ഈ തൊഴിലാളികളെ തേടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചത് അതല്ല. നിങ്ങൾ പോയിന്റ് മനസ്സിലാക്കണം. എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. തൊഴിലാളിക്ക് വിയർപ്പ് പറ്റും മുമ്പ് കൂലി കൊടുക്കണമെന്നാണ് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച്. ഇത് കേട്ടപ്പോൾ ആ തൊഴിലാളികൾക്ക് വല്ലാത്ത ആകാംക്ഷയാണ്. ഈ കാലഘട്ടത്തിലും ഞങ്ങളെക്കുറിച്ച് കൊണ്ട് സംസാരിച്ചൊരു പ്രവാചകനോ, ഞങ്ങളെ പരിഗണിച്ച പ്രവാചകനോ, ആരാണ് അദ്ദേഹം? ഞങ്ങൾക്കൊന്ന് കാണണമെന്നായി. പക്ഷെ കാണാൻ പറ്റില്ലല്ലോ. അവസാനം ആ തൊഴിലാളികൾ ആ പ്രവാചകനെ കുറിച്ച് പഠിക്കുന്നതിലേക്ക് എത്തുന്നു. അവർ ഇസ്ലാം സ്വീകരണത്തിലേക്ക് അത് വഴിമാറിപ്പോകുന്നു എന്നാണ് ആ ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കുറേ ഖുർആൻ ക്ലാസ് എടുത്തോ, കുറേ പ്രസംഗിച്ചോ. എന്താ സംഭവിച്ചത്? അദ്ദേഹം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു നിർദ്ദേശം സ്വന്തം ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തി. അത് കണ്ട ആളുകൾ അത് മനസ്സിലാക്കി, അവർ ഇസ്ലാം എന്താണെന്ന് പഠിച്ചു. മറ്റൊരാളെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും, വിശുദ്ധ ഖുർആനിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയൊരു മഹാനുണ്ട്, മുഹമ്മദ് മെർമഡിക് പിക്താൾ എന്നാണ്. ഗൂഗിൾ ചെയ്താലേ കിട്ടും. മുഹമ്മദ് മെർമഡിക് പിക്താൾ. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുള്ളൊരു സാഹചര്യം അറിയണവരായിരിക്കും നമ്മൾ പലരും. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മട്ടുപ്പാവിലിങ്ങനെ നിൽക്കുകയാണ്. വീടിൻ്റെ മുകളിൽ ടെറസിലിങ്ങനെ നിൽക്കുമ്പോൾ റോട്ടിൽ ഒരു വയസ്സായ വൃദ്ധനും ഒരു ചെറുപ്പക്കാരനും തമ്മിലുള്ള ഒരു രംഗം കാണാൻ. എന്താ രംഗം എന്നറിയോ? ഈ വയസ്സായ ആൾ ഈ ചെറുപ്പക്കാരനെങ്ങനെ നമ്മളെന്താ പറഞ്ഞു വരുന്ന ഓർമ്മ ഉണ്ടല്ലോ, അല്ലേ? ഈ വയസ്സായ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനെങ്ങനെ ചീത്ത വിളിക്കുന്നു, ഊന്നുമടി കൊണ്ട് അടിക്കാൻ പോകുന്നു, വല്ലാതെ ശകാരിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ മുണ്ടോണ്ട് ക്ഷമയോടെ നിൽക്കുകയാണ്, മറിച്ച് ഒന്നും പറയുന്നില്ല. ഇത് കണ്ടപ്പോൾ ഈ പിക്താൾ ചിന്തിക്കണേ, ആ വയസ്സായ മനുഷ്യനാണത്, ഇവനാണെങ്കിൽ നല്ല തണ്ടും തടിയുള്ള ചെറുപ്പക്കാരനാ, ഒന്ന് പിടിച്ച് ഉന്തി അയാൾ വീഴും, ചെയ്യുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞു പോയപ്പോൾ ഇയാൾ വേഗം ഓടി താഴേക്ക് ഇറങ്ങിയിട്ട് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ലേ നിങ്ങൾക്ക് എന്താ പറ്റിയ? ഇന്ന് നമ്മളാണ് എന്താ ചോദിക്കുക? എനിക്ക് ഭ്രാന്തുണ്ടോന്നാ ചോദിക്കുക, അല്ലേ? എനിക്കെന്താ സുഖമല്ലേ എന്നാ ചോദിക്കുക.
അല്ലേ? അയാൾ ചോദിച്ചു, എന്തേ നിനക്ക് പറ്റിയേ? നീയൊന്ന് ഉന്തിയാൽ വീഴാ മനുഷ്യൻ, അത്രത്തോളം വയോധികനാ. ഇങ്ങനെയൊക്കെ ശകാരിച്ചിട്ടും അടിക്കാൻ തോന്നിയിട്ടും ഒരക്ഷരം പോലും മറുത്തു പറയാ നീ എന്തേ ഇങ്ങനെ ക്ഷമയോടെ നിൽക്കുന്നത്? അപ്പൊ ആ ചെറുപ്പക്കാരൻ കൊടുത്ത മറുപടി എന്താ അറിയോ? എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് കടം വാങ്ങിയിട്ടുണ്ട് പൈസ, പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. തിരിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച്. അതിനും എനിക്ക് പറ്റിയില്ല, എനിക്കത് വീഴ്ച വരുത്തേണ്ടി വന്നു. ഇനി ഞാൻ തിരിച്ചയോട് മറുത്തു പറഞ്ഞാലോ മുതിർന്നവരെ ബഹുമാനിക്കണമെന്നുള്ള ആ നിർദ്ദേശം പോലും ഞാൻ പാലിക്കാതെ പോകും. എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. ഈ മെർമുഡികൾ ചിന്തിച്ചെന്താ അറിയോ? വർഷങ്ങൾക്കും മരണപ്പെട്ടു പോയ ഒരു പ്രവാചകന്റെ നിർദ്ദേശം ഇപ്പോഴും ജീവിതത്തിൽ പകർത്തുന്ന മനുഷ്യരോ? ആ മഹാനെക്കുറിച്ചൊന്ന് പഠിക്കണമല്ലോ. ആ മറുപടി പിക്താളിൻ്റെ ചിന്തകളും പഠനങ്ങളും അങ്ങനെ മുഹമ്മദ് നബിയിലേക്ക് തിരിഞ്ഞു പോകുന്നു, ഖുർആനിലേക്ക് എത്തുന്നു. അങ്ങനെ മറുപടിയൊക്കെ പിക്താൾ മുഹമ്മദ് മറുപടി പിക്താളാകുന്നു. അദ്ദേഹം വിശുദ്ധ ഖുർആനിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. ഇന്നും ഒരുപക്ഷെ ലോകത്ത് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ ആ ഇംഗ്ലീഷ് പരിഭാഷ വായിച്ച് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാകാം. ഉണ്ടാവൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ മനുഷ്യനെ ഒരുപക്ഷെ ഒരുപാട് 10,000-കണക്കിന് മനുഷ്യരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ആ ഇംഗ്ലീഷ് പരിഭാഷയുടെ ഓദർ മെർമഡിയത്ത് പിക്താളിനെ ഇസ്ലാമിലേക്ക് എത്തിച്ചത് എന്തായിരുന്നു? ഒരു ഖുർആൻ ക്ലാസ്സാ? ഒരു വാളായിരുന്നോ? അല്ല, ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ പച്ചയായിട്ട് എന്താണ് റസൂലിൻ്റെ ജീവിതം, എന്താണ് ഇസ്ലാമിൻ്റെ മെസ്സേജ്, അത് സ്വന്തം ജീവിതത്തിലൂടെ അങ്ങനെ കാണിച്ചപ്പോൾ അതിൽ ആകട്ടനായി ഇസ്ലാമിലേക്ക് വന്നു. അതാണ് പ്രവർത്തനത്തിലൂടെ ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ള. അവിടെ നമ്മൾ തോറ്റുപോണത്. ഒരു ഉദാഹരണം കൂടി അവൻ ആവശ്യം അവിടെ നിർത്താം. സ്റ്റീഫൻ ലേക്ക ഒരിക്കൽ തുർക്കിയിലേക്കുള്ള സഞ്ചാര വഴിയിൽ അയാൾക്കൊരു കർഷക കുടുംബത്തിൽ രാത്രി താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. തുർക്കിയിൽ അന്ന് പണ്ട് അങ്ങനെയായിരുന്നു. അങ്ങനെ രാത്രികളിൽ ചെറിയ ചെറിയ കുടിലുള്ള ആളുകളൊക്കെ ആരാണ് ഞങ്ങൾക്ക് വല്ല അതിഥികളെയും കിട്ടുമെന്ന് കാത്തിരിക്കുന്ന ചെറിയ കൂരയായിരിക്കും, കാരണം നല്ല തണുപ്പുള്ള സമയം. അങ്ങനെ സ്റ്റീഫൻ ലേക്ക അദ്ദേഹം ഇങ്ങനെ രാത്രി പോകുന്ന സമയം വാഹനം കിട്ടാതെ കുടുങ്ങിപ്പോയപ്പോൾ ഒരു ചെറിയ കുടിലിൽ അദ്ദേഹത്തിന് താമസിക്കേണ്ടി വന്നു. സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ അദ്ദേഹം രാത്രി കിടന്നുറങ്ങി. നേരം വെളുക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന് അവിടുത്തെ അവസ്ഥകൾ മനസ്സിലാക്കാൻ ആ ഒരു റൂമേ ഉള്ളൂ. പിന്നെ പുറത്ത് വരാന്തയാണ്, ഒറ്റ റൂമേ ഉള്ളൂ. കണ്ട കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മനസ്സിലാക്കിയത് ഈ വീട്ടുകാർ ഈ തണുപ്പ് സഹിച്ച് വീട്ടിലെ മക്കളും ഉമ്മയും ഇപ്പൊക്കെ പാടെ പുറത്ത് വരാന്തയിൽ കിടന്നിരിക്കുകയാണ്. ഒരു ഷട്ടർ ഒരു പിന്നെ പുതപ്പ് പോലും ഇല്ലാതെ എന്നെ ഇതിൻ്റെ ഉള്ളിൽ കിടത്തിയിരിക്കുക, ഈ ചെറിയ കൽക്കരി വെളിച്ചത്തിൻ്റെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാൾ ചോദിച്ചത്രേ, എന്തിനാണ് നിങ്ങൾ അങ്ങനെയൊക്കെ കാട്ടിയത്? എനിക്കാണെങ്കിൽ ഒരു ഓവർകോട്ട് ഉണ്ട്, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ രാത്രി കടന്നിറങ്ങി പോകുമായിരുന്നല്ലോ, നിങ്ങൾ എന്നെ അകത്താക്കി നിങ്ങൾ പുറത്ത് കിടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ കുടുംബം കൊടുത്ത മറുപടി എന്താ അറിയോ? നിങ്ങളെ പുറത്ത് കിടത്തി ഞങ്ങളകത്ത് സുഖമായിട്ട് ചൂട് കൊണ്ടുറങ്ങിയാൽ ഞങ്ങൾക്ക് ഉറക്കം വരില്ല. കാരണം ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത് അതിഥികളെ ബഹുമാനിക്കണം, അതിഥിയെ ആദരിക്കണം, അതിഥിയെ മാനിക്കണം എന്നാ. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ അത്ഭുതപ്പെടുകയാണ്. ഈ ഒരു വർത്തമാനം അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചു. കേട്ടോളൂ, സമരസത്തിൽ മുമ്പ് വന്നൊരു വാർത്തയാണത്, ഒരു വിഷയമാണത്. അദ്ദേഹം ഇസ്ലാം വേ ടു പീസ്, ഇസ്ലാം സമാധാനത്തിലേക്കുള്ള വഴി എന്ന പേരിൽ ഒരു സംഘത്തെ അദ്ദേഹം ഉണ്ടാക്കുന്നു. അങ്ങനെ ഇന്നും 115ഓളം നാടുകളിൽ ഇസ്ലാമിക പ്രബോധനവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റീഫൻ ലേക്ക ഇസ്ലാമിലേക്ക് എത്തിച്ചതെന്താ? വലിയ പ്രഭാഷണമായിരുന്നോ? അല്ല, ഒരു പട്ടിണി കിടക്കുന്ന ഒരു കുടുംബത്തിന്റെ ഒരു ആതിഥ്യ മര്യാദ എന്ത് അല്ലാഹു റസൂല് പഠിപ്പിച്ചതുപോലെ. ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് ഇസ്ലാമിന്റെ പ്രചാരകരാകണം, ലോകത്ത് ഇസ്ലാമിന്റെ സന്ദേശം, പടച്ചറപ്പിന്റെ ദീനിന്റെ വ്യാപനത്തിന് നിങ്ങൾ ഇറങ്ങണം, പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പ്രസംഗിക്കണം എന്ന് മാത്രമല്ല, അത് ആളുകൾക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൊടുക്കണം എന്ന് മാത്രമല്ല, സ്വന്തം ജീവിതത്തിലൂടെ അത് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയണം. എൻ്റെ അയൽവാസിക്ക് എന്താണ് ഇസ്ലാമെന്ന് എൻ്റെ അവരോടുള്ള പെരുമാറ്റത്തിലൂടെ അനുഭവിക്കാൻ കഴിയണം. എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് എന്താണ് ഇസ്ലാമെന്ന് അവർക്കെൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ സൽസ്വഭാവത്തിലൂടെ അവർക്ക് അനുഭവിക്കാൻ കഴിയണം. ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ എൻ്റെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന് എന്താണ് ഇസ്ലാമെന്ന് എന്നിലൂടെ അവർക്ക് അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ ഇസ്ലാം ലോകത്ത് പടരണം, ഇസ്ലാം ലോകത്ത് വളരണം. അങ്ങനെയാണ് ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇത് വളരെ വലിയ വിഷയമാണ് കേട്ടോ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാറിയോ? സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു സംവിധാനത്തെക്കുറിച്ചിട്ട് 3 അറിവുകൾ ഉണ്ടാകുക, അല്ലേ? 3 അറിവാണ് ഉണ്ടാകുക ഒരു സംവിധാനത്തെക്കുറിച്ചിട്ട്. ഒന്ന് കേട്ടറിവാണ്, 2 വായിച്ചറിവാണ്, 3-മത്തത് അനുഭവിച്ചറിവാണ്. 1 കേട്ടറിവ്, 2 വായിച്ചറിവ്,
3 അനുഭവിച്ചറിവ്. ഇതിൽ ആദ്യത്തെ 2 അറിവും നല്ല മധുരമുള്ളതാണ്, മൂന്നാമത്തെ കയ്പുള്ളതാണെങ്കിൽ അവിടെ ഇസ്ലാം തകർന്നു അല്ലേ, തളരും എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് കേട്ടതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്, ഇസ്ലാമിനെ കുറിച്ച് വായിച്ച പുസ്തകങ്ങളൊക്കെ നല്ല പുസ്തകങ്ങളാണ്. പക്ഷേ ഒരു നാട്ടിലെത്തിയിട്ട് കുറച്ച് മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ജീവിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ അനുഭവത്തിലൂടെ കിട്ടിയ ഇസ്ലാം ഈ വായിച്ചതും കേട്ടതൊന്നും അല്ലെങ്കിൽ അവിടെ ഇസ്ലാം തളരും. സംശയമുണ്ടോ? തളരും. അതേ അവസരത്തിൽ നേരത്തെ 2 കയ്പുള്ളതാണെങ്കിലും മൂന്നാമത്തേത് മധുരമുള്ളതാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് കേട്ട പ്രസംഗങ്ങളൊക്കെ ഭീകരവാദം എന്നാണ്. അപ്പം അതല്ലേ കേൾക്കുള്ളൂ. അതാ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ നമുക്ക് പണി കൂടുതലാണ്. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ പടച്ചിറപ്പ് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കാൾ മൂർച്ചയേറിയ ചോദ്യങ്ങളാണ് നമ്മോട് ചോദിക്കുക. കാരണം ആധുനിക ഇന്ത്യയിൽ നമുക്ക് പണി കൂടുതലാണ്, മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് കേട്ടതൊക്കെ വളരെ നെഗറ്റീവായിട്ടാണ് കേട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നെഗറ്റീവാണ് കേട്ടത്. ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് വായിച്ചത് മുഴുവൻ നെഗറ്റീവാണ്, ഒക്കെ ഭീകരവാദവും തീവ്രവാദമായിട്ടാണ് കേട്ടത്. പക്ഷേ ഒരു നാട്ടിലെത്തിയിട്ട് 4 മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ, ഇതിലൊക്കെ മലപ്പുറത്തുകാരെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, എന്നതുപോലെ 4 മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കാൻ കിട്ടിയപ്പോൾ ഈ കേട്ടതും വായിച്ചൊന്നുമല്ല കേട്ടോ, ഇതൊന്നുമല്ല ഇസ്ലാം. ഇസ്ലാം അതൊരു വല്ലാത്ത അനുഭൂതിയാണെന്ന് അവർ അനുഭവിച്ചറിഞ്ഞു. അവിടെ ഇസ്ലാം തളരല്ല, വളരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇസ്ലാമിക പ്രബോധകരായിട്ട് മാറേണ്ട 2ാമത്തെ രംഗമുണ്ടല്ലോ, ഏത്? പ്രവർത്തനത്തിലൂടെ ഇസ്ലാമിനെ കാണിക്കുക എന്നുള്ളതല്ലോ. അത് വലിയൊരു വിഷയമാണ്, വലിയൊരു കാര്യമാണത്. ഇല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങളും മൂല്യങ്ങളൊക്കെ പ്രവാചക നിർദ്ദേശങ്ങളൊക്കെ സ്റ്റാറ്റസ് വെക്കാൻ എല്ലാവർക്കും പറ്റൂലേ? അതിനൊന്നും വലിയ ചിലവൊന്നുമില്ലാന്ന്. അതൊക്കെ ഒരു ത്യാഗം അതിനില്ല. ഉണ്ടോ? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ മുസ്ലിമല്ല, മുഅ്മിനല്ല. ഹദീസിന്റെ അടുത്തിട്ട് സ്റ്റാറ്റസ് ഒക്കെ നല്ല പണിയുണ്ടാവും. ഒരു പണിയില്ല, 2 സെക്കൻഡ് മതി. എന്നാൽ എൻ്റെ അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ ഞാൻ പട്ടിണി കിടന്നാലും അവൻ കഴിക്കട്ടെ എന്ത് തീരുമാനിക്കണമെങ്കിൽ അത് കുറച്ച് റിസ്ക് ആവശ്യമാണ്, കുറച്ച് ത്യാഗം ആവശ്യമാണ്. അങ്ങനെ ത്യാഗം സഹിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ അയൽവാസി മുസ്ലിം അല്ലെങ്കിൽ അവൻ ഇസ്ലാം എന്താണെന്ന് അതിലൂടെ പഠിക്കും. അത് ഇസ്ലാം എന്താണെന്ന് അവൻ പഠിക്കും. അപ്പോൾ സ്റ്റാറ്റസ് വെക്കാനൊക്കെ എല്ലാവർക്കും പറ്റും, അതൊന്നും വലിയ കാര്യമില്ല. പക്ഷെ അതും വേണം കേട്ടോ, അതിലൂടെ മെസ്സേജ് കൊടുക്കാമല്ലോ അല്ലേ? അതേസമയം ജീവിതത്തിലൂടെ ഇസ്ലാം എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യം ഉണ്ടല്ലോ, ആ ദൗത്യം ഏറ്റെടുക്കാനും അത് നിർവഹിക്കാനും നമ്മൾ തയ്യാറാകണം. ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മളെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ. മുമ്പ് ഒരാളോട്, പിന്നെ കണ്ണ് കാണാത്ത ഒരാളോട് വേറൊരാൾ പോയിട്ട് പറഞ്ഞത്രേ, പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിട്ടോ, കണ്ണ് കാണാത്ത ഒരാളോട് കണ്ണ് കാണുന്ന ഒരാൾ ചങ്ങാതി എനിക്കൊരു വിളക്ക് കത്തിച്ച് പിടിച്ച് നടന്നൂടെ എന്ന് ചോദിച്ചിട്ടേ, രാത്രിയല്ലേ. അപ്പോൾ കണ്ണ് കാണാത്തവൻ പറഞ്ഞു, ചങ്ങാതി എനിക്ക് രാത്രിയും പകലൊക്കെ കണക്ക് തന്നെയാണ്, ഞാൻ എന്തിനാ വിളക്ക് കത്തിക്കണത്? നിനക്കല്ല, ഈ കൂരിരുട്ടിൽ വല്ലവരും അന്ന മേലെ വന്ന് മുട്ടാതിരിക്കാൻ വേണ്ടി എനിക്കൊരു വിളക്ക് പിടിച്ച് ഞാൻ നടന്നൂടെ എന്ന് ചോദിച്ചത്. അങ്ങനെ ഇയാൾ വിളക്ക് കത്തിച്ചിട്ട് എന്ത് ചെയ്തു? കൊടുത്തു. അങ്ങനെ ഇയാൾ വിളക്കം പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. കുറേ അങ്ങോട്ട് നടന്നപ്പോൾ ഒരാൾ ഇയാളെ മേലെ വന്ന് മുട്ടിയപ്പോൾ ചോദിച്ചു, എനിക്ക് കണ്ണ് കാണൂലെന്ന് ചോദിച്ചു. മമ്മൻ അപ്പം പറഞ്ഞില്ല, കണ്ണ് കാണൂല, എനിക്ക് കണ്ണ് കാണൂല. അപ്പോൾ മറ്റവനോട് പറഞ്ഞു, പിന്നെന്തിനാ ഇതിങ്ങനെ പിടിച്ചടക്കണം? എന്തിനാ? എനിക്ക് കണ്ണ് കാണൂല, ഞാനിത് പിടിച്ചിരിക്കണത്, ഞാനൊരു വിളക്ക് പിടിച്ചിരുന്നത് കണ്ടില്ലേ, അത് അന്നെപ്പോലൊരു ഇങ്ങോട്ട് വന്ന് മുട്ടാതിരിക്കാനാ. അപ്പോൾ ഈ മുട്ടിയും ചോദിച്ചത്, രജ അവിടെ വിളക്ക് കത്തിച്ചിരിക്കണത്, വെറുതെ വിളക്കല്ലേ പിടിച്ചിരിക്കണത് എന്ന് പറഞ്ഞാൽ കഥ മനസ്സിലായ? ഈ കത്തിച്ച വിളക്ക് എപ്പോഴോ കെട്ടുപോയിരിക്കണം, ഈ സാധു അത് അറിഞ്ഞിട്ടില്ല. നമ്മളപ്പോൾ അവസ്ഥ പതാ, നമ്മളെ കയ്യിൽ ആരോ ഒരു വിളക്കൊരുക്ക് കത്തിച്ച് തന്നിട്ടുണ്ട്. പ്രവാചകന്മാരെ പാരമ്പര്യങ്ങൾ വന്നിട്ട് ആരോ നമ്മുടെ കയ്യിൽ ആ വിളക്ക് കത്തിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എപ്പോഴോ കെട്ടുപോയി, നമ്മളത് അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ അതിങ്ങനെ കത്തിച്ചിട്ടുണ്ട് എന്ന ധാരണയിൽ ഇങ്ങനെ പോകുക, അതൊക്കെ ഒന്നോ കെട്ടുപോയി. ഞാൻ പറഞ്ഞെന്താ അറിയോ? ആ വിളക്കിന് ഒന്നുകൂടി നമ്മൾ കത്തിച്ചിട്ട് അതിന് വെളിച്ചം കൂട്ടണം. അങ്ങനെ ലോകത്ത് വെളിച്ചം പരത്താൻ നമുക്ക് കഴിയണമെന്നാണ് ഞാൻ സൂചിപ്പിക്കണം. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞത് അതാണോ, പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന ഒരു റോളെ നമ്മൾ പറയാം, അതാണ് സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ സാക്ഷിയാകണം. രണ്ടാമത്തെ വിശദീകരിക്കുന്നതിൽ ഓടിച്ചു പോകാം. രണ്ടാമത്തത് മുബശ്ശിർ, സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ട് മാറണം.
ഒന്നാമത് ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ആലോചിക്കണം കേട്ടോ, വീട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ അവസ്ഥയിൽ ദീനിൻ്റെ സാക്ഷികളാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മളിങ്ങനെ ആലോചിക്കണം. രണ്ടാമത്തത് മുബശ്ശിറാണ്, സന്തോഷ വാർത്ത അറിയിക്കൽ. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല കേട്ടോ, ഒന്നും എന്നെ കേൾപ്പിച്ച് പോകണേ ഉള്ളൂ, കാരണം വേറെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എന്താ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ? നന്മയെക്കുറിച്ച്, നന്മ ചെയ്താലുള്ള ഫലങ്ങളെക്കുറിച്ച്, തൗഹീദും തഖ്വയുമൊക്കെ ജീവിതത്തിലുണ്ടായാൽ കിട്ടുന്ന സ്വർഗത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന മുബശ്ശിറുകളായിട്ട് നിങ്ങൾ മാറണം. അപ്പോൾ ഒരു ഇസ്ലാമിക പ്രബോധകൻ്റെ, ഒരു മുസ്ലിമിൻ്റെ രണ്ടാമത്തെ റോൾ ഏതാണ്? സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. എപ്പോഴും നെഗറ്റീവ് പറയലല്ല, പിന്നെ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം, സന്തോഷ വാർത്ത കൊടുക്കണം. അതാണ് അങ്ങനെ രണ്ടാമത്തെ റോള്. മൂന്നാമത്തത് നദീറാണ്. നദീർ പറഞ്ഞെന്താ? മുന്നറിയിപ്പുകാരനാണ്. എന്താ മുന്നറിയിപ്പ്? നരകത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച്, തിന്മയുടെ അനന്തര ശിക്ഷകളെക്കുറിച്ച്. നീ ജീവിക്കുന്നത് ശരിയായ വഴിയിലൂടെയല്ലെങ്കിൽ നിനക്ക് നാളെ കബറിലും കബറാനന്തര ലോകത്തുമൊക്കെ അനുഭവിക്കേണ്ടുന്ന നരകവും പരലോകവും കണ്ടിട്ടോ എന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുന്നവരായിട്ട് നിങ്ങൾ മാറണമെന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെക്കുറിച്ച് പറഞ്ഞൊരു ഉപമയുണ്ട്. അതെന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെക്കുറിച്ച് പറഞ്ഞൊരു ഉപമ. നമ്മൾ ആ റോളിലാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ തീ കത്തിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക സംഭവമൊക്കെ, പക്ഷെ ഒന്നുകൂടി പൊടി തട്ടി എടുക്കണം. ഒരാൾ തീ കത്തിച്ചു. ഉറക്കം വരുന്നുണ്ട് ആർക്കെങ്കിലും? ഇല്ലല്ലോ അല്ലേ? ഒരാൾ തീ കത്തിച്ചു. തീ കത്തിച്ചപ്പോൾ അതിലേക്ക് ഇങ്ങനെ കുറേ എന്താ വരിക, തീ കത്തിച്ച മഴക്കാലത്തൊക്കെ ചില സമയത്ത് പാറ്റകൾ വരും, പാറ്റയും പ്രാണികൾ വരും അല്ലേ? നോക്കി നിങ്ങൾ, നമ്മൾ നിർവഹിക്കേണ്ട റോൾ എന്തായിരിക്കണമെന്ന് എത്ര സുന്ദരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഒരാൾ തീ കത്തിച്ചു. തീ കത്തിച്ചപ്പോൾ ആ തീയിൻ്റെ വെളിച്ചം കണ്ടിട്ട്, അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇങ്ങനെ പ്രാണികളും പാറ്റകളൊക്കെ ഇങ്ങനെ ഈയാൻ പാറ്റകൾ അതിലേക്ക് വരികയാണ്. അപ്പോൾ പാറ്റകൾക്കറിയോ ഇതിന് വന്നാൽ പെട്ട് ചാകുന്നതിൽക്കറിയോ? അവറ്റകൾക്ക് അത് അറിയൂല. അപ്പോൾ റസൂൽ പറയാണ്, ആ പാറ്റകൾ ഇങ്ങനെ ആ തീയിലേക്ക് വരുമ്പോൾ, അതിൻ്റെ ഭംഗി കണ്ടിട്ട് വരുമ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട കേട്ടോ, ഇതിലൊക്കെ വന്നാൽ ഈ തീയിൽ പെടും, പെട്ടാൽ ജീവൻ പോകും. ഇത് കാണാൻ രസമൊക്കെ ഉണ്ട്, പക്ഷെ പെട്ട നിങ്ങൾ ജീവൻ പോകുട്ടോ, നിങ്ങൾ വെന്ത് എരിയട്ടോ, ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ പാറ്റകളൊക്കെ തിരിച്ച് മടക്കി വിട്ടവരെ രക്ഷിക്കണ ഒരാളെ പോലെയാണ് ഞാൻ എന്ന് ആരെക്കുറിച്ച് പറഞ്ഞു? മുഹമ്മദ് നബിയെക്കുറിച്ച് പറയാൻ. ഇതാണ് നമ്മുടെ റോള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിലൂടെ പോകരുത്, അപകടമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പുകാരൻ്റെ റോള് എന്ന് പറഞ്ഞാൽ, പിന്നെ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കിയേ, ശരിക്കും നമ്മൾ ആ റോളിൽ നിൽക്കുന്നുണ്ടോ? നമുക്കറിയാം ഇസ്ലാമിന് സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കാത്തവരൊക്കെ ആ പോയിക്കൊണ്ടിരിക്കണതൊക്കെ വലിയ നരക കൊണ്ടിക്കാൻ നമുക്കറിയില്ലേ? അത് സത്യം തന്നെയല്ലേ? ഇസ്ലാമിൻ്റെ മെസ്സേജ് ഉൾക്കൊണ്ട് ജീവിക്കാത്തവൻ, അത് മുസ്ലിം പേരുള്ളവരാണെങ്കിലും ആ പോണത് ആ നരകത്തിലേക്കാണ് പോണത്, കിടന്ന് വെന്തെരിയാനാ പോണത് നമുക്കറിയില്ല. സഹോദര സഹോദരിമാർ, ഇന്ന് നമുക്ക് വല്ല ബേജാറുണ്ടോ? നമ്മളവരുടെ മുമ്പിൽ പോയിട്ട് സുഹൃത്ത് അങ്ങനെ പോകണ്ട കേട്ടോ, അത് നല്ല വഴിയല്ല, അത് നിങ്ങൾ എത്തിക്കാൻ നരകത്തിലേക്കാട്ടോ, അപകടത്തേക്കാണ്, ദുരന്തത്തേക്കാണ്, നിങ്ങൾ കിടന്ന് വെന്തെരിയേണ്ടി വരും കേട്ടോ. ഇതിൽ വരും, ഇതാണ് നല്ല വഴി, ഇതാണ് സന്മാർഗം, ഇതാണ് ദീന്, ഇതാണ് റബ്ബ്, ഇതാണ് ഏക പടച്ചോൻ, ഇതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ട വഴി കേട്ടോ എന്ന് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരുടെ മുമ്പിൽ പോയിട്ട് പറയാൻ ശരിക്കും നമുക്ക് കഴിയുണ്ടോ? റസൂൽ പറയാണ്, എൻ്റെ റോൾ ഇതാ, തീയിൽ കിടന്ന് എരിയാൻ വരുന്ന പാറ്റകളെ തടുത്തു നിർത്തിയിട്ട് രക്ഷപ്പെടുത്തുന്ന, വഴിമാറ്റി വിടുന്ന ഒരു മനുഷ്യൻ്റെ റോളാണ്, രക്ഷകൻ്റെ റോളാണ് എന്ന് റസൂലിനെ കുറിച്ച് പറയാം. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ? ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുന്നറിയിപ്പുകാരൻ്റെ റോളിലാണ് വിശ്വാസ സമൂഹം എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്നാണ്. അപ്പോൾ ശരിക്കും നമ്മളത് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. സാധാരണ പിന്നെ നമ്മൾ ഈ ബൈക്കൊക്കെ ഓടിച്ചു പോകുമ്പോഴേ പോലീസ് ചെക്കിങ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ മുമ്പിൽ വരുന്ന ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? സിഗ്നൽ കൊടുക്കും അല്ലേ? സാധാരണ അങ്ങനെ കൊടുക്കാറുണ്ട് ചില ആളുകളൊക്കെ. എന്നുവെച്ചാൽ അവിടെ ചെക്കിങ് ഇട്ട് സൂക്ഷിച്ച് പോയിക്കോന്നാണ് പറയണത്. ഈ വരുന്ന ആളെ നമ്മൾ വല്ല പരിചയം ഉണ്ടോ? ഈ ഓപ്പോസിറ്റ് വരുന്നവരെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ പരിചയം ഉണ്ടോ? ഒരു പരിചയമില്ല. എന്നിട്ട് നമ്മൾ കൊടുക്കുകയാണ് സിഗ്നൽ, ആക്ഷൻ, എന്ത് അവിടെ ചെക്കിങ് ഇട്ട് നോക്കി പോയിക്കോ അല്ലെങ്കിൽ കൊടുക്കും അല്ലേ? ആ ഒരു മനസ്സ് പോലും ഈ വിഷയത്തിൽ നമുക്കില്ലാത്തത്. ഇസ്ലാം അറിയാത്തൊരു മനുഷ്യനെ കാണുമ്പോൾ പോകുന്നത് നരകത്തിലേക്കാണ്, ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണം കേട്ടോ എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ള ഈ ഒരു സഹതാപം പോലും, ഈ ഒരു അസ്വസ്ഥത പോലും നമുക്കില്ലാത്തത് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? നമ്മൾ പഠിക്കണം. അല്ലാഹു റസൂൽ ചില ചരിത്രങ്ങളൊക്കെ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് 1.25 ലക്ഷത്തോളം വരുന്ന ആളുകളെ മുമ്പിൽ വെച്ചിട്ട് റസൂൽ സാക്ഷ്യം വഹിച്ചതാണ് അല്ലേ, എത്തിച്ചു തന്നൂന്ന്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്തൊക്കെ വല്ലാതെ ബേജാറായ ചില അവസ്ഥകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകളുണ്ട്.
എന്താ റസൂലിനെ പറ്റി പറഞ്ഞെന്നറിയോ? ഈ ആളുകൾ ഇസ്ലാമിലേക്ക് വരാത്തതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് വല്ലാണ്ട് അവരെ പിന്നിൽ നിന്നാണ് ടെൻഷനായി റസൂലെ, താങ്കളുടെ ശരീരം തന്നെ അപകടത്തിലാക്കി പോകുമോ എന്ന് വരെ അള്ള റസൂലിനോട് പറയുന്നുണ്ട്. നമുക്കങ്ങനെ വല്ല ടെൻഷൻ ഉണ്ടാവും. നബിയുടെ ജീവിതത്തെക്കുറിച്ച് നോക്കി. ഒരിക്കൽ ജൂതൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. ജൂതൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ എഴുന്നേറ്റുന്ന കഥ നമ്മൾ കേട്ടില്ലേ? ജൂതൻ്റെ മയ്യത്ത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ് ഒരിക്കൽ. അപ്പോൾ ചോദിക്കുന്നുണ്ട് സഹാബയ്ക്കിറാം, എന്തിനാ കരയണത് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണം, തൗഹീദിൻ്റെ വ്യാപനം എന്നെ ഏൽപ്പിച്ചിരിക്കെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ജൂതനായിട്ട് മരിച്ചുപോയല്ലോ, അയാളെങ്ങാനും നാളെ പരലോകത്ത് എനിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ ഞാൻ എന്ത് മറുപടി പറയുമെന്ന് കരഞ്ഞു റസൂൽ. അത് ഓർത്തിട്ട് നമുക്ക് വല്ല ടെൻഷൻ ഉണ്ടാവും. അള്ളാഹുവിൻ്റെ ദീനിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരായ മുസ്ലിം ഉമ്മത്തിൻ്റെ മെമ്പർ എന്ന നിലക്ക് ഞാനും നിങ്ങളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ എത്ര ആളുകളിവിടെ ഇസ്ലാം എന്താണെന്നറിയാതെ മരിച്ചു പോകണോ ദിവസം തോറും? നമ്മുടെ നാട്ടിൽ, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ രാജ്യത്ത് നമുക്ക് വല്ല ടെൻഷനുണ്ടോ? നമുക്ക് വല്ല അസ്വസ്ഥതയുണ്ടോ? ഈ മനുഷ്യൻ നാളെ പടച്ചോനെ മുമ്പിൽ വന്നിട്ട് നമുക്കെതിരെ വിരൽ ചൂണ്ടിയാൽ നമ്മളെന്താ പറയുക? ഇതൊക്കെ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ. നാളെ മഹ്ശറയിലൊരു രംഗമുണ്ട് കേട്ടോ. അത് അവസാനം പറയാൻ സമയം ഉണ്ടാവും, എപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു പോകാം. മഹ്ശറയിൽ രംഗമുണ്ട്. അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ അള്ളാഹ് ചോദ്യം ചെയ്യുമ്പോൾ ചില ആളുകൾ പറയും, അത്ര പടച്ചോനെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, ഞാൻ നേരത്തെ ഓതി വെച്ചില്ലേ, ജാഹിദൂഫില്ല, നിങ്ങളാണ് ജിഹാദ് ചെയ്യാൻ തിരഞ്ഞെടുത്തതെന്ന്. അപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, മഹ്ശറയിൽ ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുകയാണ്. ചില ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചിത്രമാണത്. അപ്പോൾ അള്ളാഹ് ചോദിക്കുക, നീ എന്താ നമസ്കരിച്ചില്ല, എന്താ നല്ലത് ചെയ്തില്ല? അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയൂല പടച്ചോനെ, ഇങ്ങനത്തെ നരകസ്വർഗം ഞങ്ങൾക്ക് അറിയൂല. അപ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, അത്രേ ഇതൊക്കെ നിനക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഒരാളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നല്ലോ, ഒരു മുസ്ലിമിനെ അങ്ങോട്ട് അയച്ചിരുന്നല്ലോ. എൻ്റെ അയൽവാസി ഉണ്ടായിരുന്നില്ലേ, എൻ്റെ ജോലി സ്ഥലത്ത് ഒരാളുണ്ടായിരുന്നില്ലേ, മുസ്ലിം ഉണ്ടായിരുന്നില്ലേ, അതൊന്നും പറഞ്ഞു തന്നില്ലേ? അപ്പം ആ മനുഷ്യൻ പറയും, അത്രേ ഇല്ലല്ലോ പടച്ചോനെ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, കുറേ നാട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളും നാട്ടുവർത്താനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇസ്ലാമിനെ കുറിച്ചും ഒരു നരകത്തെക്കുറിച്ചും ഒരു ദീനിനെ കുറിച്ചൊന്നും ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടോ സംസാരിച്ചിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് കുറേ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹ് എന്താ ചെയ്യണറിയോ? അള്ളാഹ് നീതിമാനാണ്. നമ്മളപ്പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ടാകും. അപ്പോൾ എന്ത്, നമ്മളിങ്ങനെ നിസ്കാരവും നോമ്പും സക്കാത്തും തഹജ്ജുദൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വർഗത്ത് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോഴാണ് അള്ളാഹ് ചോദിക്കണത്, നിന്നെയല്ലേ ഏൽപ്പിച്ചത്? ഈ ആളുകൾക്ക് ദീനെത്തിക്കാൻ ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചത്? നീ എന്താ ചെയ്തില്ല? അപ്പോൾ നമ്മൾ പടച്ചോനെ നോമ്പുണ്ട്, നിസ്കാരമുണ്ട്. അള്ളാഹിൻ്റെ ചോദ്യം, നിന്നെ ഏൽപ്പിച്ച പണി എന്താ നീ ചെയ്തില്ല എന്നാ ചോദ്യം. അപ്പോൾ അള്ളാഹ് എന്താ അത്ര ചെയ്യാന്നറിയോ? ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത്, നീതിമാനാണല്ലോ അള്ളാഹ്. അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ച് നിഷേധിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാതിരുന്ന നമ്മളെ പിടിച്ച് നരകത്തിലേക്കും അറിയാത്തത് കൊണ്ട് ചെയ്യാതിരുന്ന അവനെ പിടിച്ച് സ്വർഗത്തിലേക്കും കൊണ്ടുപോയി ഇടുന്ന പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഉറക്കം കെടുത്തണം. ഇതൊക്കെ ശരിക്കും മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിലോ ബസ്സിലോ കയറിയാലും അടുത്തിരിക്കണമെന്ന് എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ പരിചയപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാൻ തുടങ്ങും അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പോൾ നമ്മൾ ബസ്സിലോ ട്രെയിനിലേക്ക് എത്ര ഉണ്ടെങ്കിലും ഇതേണ്ട അടുത്ത് കുത്തലാണ് അല്ലേ? അത് കുത്തല. പിന്നെ നമ്മുടെ ലോകത്താണ്. മുമ്പ് അങ്ങനെയൊന്നുമല്ല. ഒരു പുസ്തകം ഉണ്ടാവും, ഒരു നോട്ടീസ് ഉണ്ടാവും, അപ്പോൾ അടുത്തിരിക്കാനോ ഒന്നിങ്ങനെ തോണ്ടി പരിചയപ്പെടും. എവിടെ വീട്, എന്തൊക്കെയാണ് വീട്, നമ്മുടെ നിയ്യത്ത് വേറെയാണ് അല്ലേ? പരിചയപ്പെടുമ്പോൾ നിയ്യത്ത് എന്താണ്? എങ്ങനെയെങ്കിലും ഒരു ഇസ്ലാമിനെ, എങ്ങനെയെങ്കിലും പടച്ചവനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നാ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഈ ബോധവും ബേജാറും ഉണ്ടെങ്കിൽ ഒരു ബസ് കയറിയാൽ പോലും നമ്മൾ ആരും പരിചയപ്പെടാണ്ടിരിക്കൂല. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു തുടങ്ങിയ നെയ്യത്തോട് കൂടിയിട്ട് ശ്രദ്ധിക്കണം, തിരുത്തണം. അപ്പോൾ റസൂല് പറയാണ്, എന്താ പറഞ്ഞത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരുത്തൻ ജൂതനായിട്ട് മരിച്ചുപോയല്ലോ, അവനെങ്ങാനും നാളെ പരലോകത്ത് എനിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ ഞാൻ പടച്ചറബിനോട് എന്ത് മറുപടി പറയുന്ന. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മഴയുള്ള തണുപ്പുള്ള ഒരു രാത്രിയിൽ വീട്ടിൽ നിന്ന് എണിച്ചു പോകുകയാണ് അത്രേ. അപ്പം ചോദിക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, എങ്ങോട്ടാ റസൂലെ ഈ രാത്രി നിങ്ങൾ എണിച്ചു പോകുന്ന തണുപ്പ് മഴയൊക്കെ ഉള്ളപ്പോൾ? അപ്പം നബി പറയാണ്, ഈ മലയുടെ അപ്പുറത്ത് ഒരു കച്ചവട സംഘം വന്ന് ടെൻ്റടിച്ച് താമസിക്കുന്നുണ്ട്, അവർക്ക് അള്ളാഹിൻ്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോവുക. അപ്പോൾ ആയിഷ ബീവി ചോദിക്കുകയാണ്, നേരം എടുത്തിട്ട് പോയാൽ പോരെ? നമ്മളൊക്കെ ചോദിക്കണ പോലെ അല്ലേ? ഇപ്പം തന്നെ പോകണോ? ഞാൻ അടുത്ത ആഴ്ച ഉണ്ടാവുമല്ലേ സ്കോഡ്, അപ്പോൾ പോയാൽ പോരെ? അപ്പോൾ ചോദിച്ചു, ആർത്തത്തിലല്ല കേട്ടോ, അസ്തഗ്ഫിറുല്ലാ. ആയിഷ ബീവി ചോദിക്കുകയാണ്, റസൂലെ രാവിലെ എണിച്ച് പോയാൽ പോരെ? അപ്പോൾ നബി എന്താ പറഞ്ഞറിയാം? ആയിഷ, എൻ്റെ സൗകര്യത്തിനനുസരിച്ച് നേരം വെളുക്കോളം ഞാൻ കാത്തു നിന്നിട്ട്
ഞാൻ രാവിലെ അടിച്ചങ്ങോട്ട് ആ മല ചാടിക്കടന്ന് പോകുമ്പോഴേക്ക് ആ കച്ചവട സംഘം വാങ്ങാനും അവിടുന്ന് യാത്ര പോയി, അവിടുന്ന് വിട്ടുമാറിപ്പോയി, അവർക്ക് ഇസ്ലാം എന്താന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ പോയി. നാളെ പരലോകത്തെത്തിയിട്ട് അവര് പടച്ച റബ്ബേ, മുഹമ്മദ് നബി താമസിക്കുന്ന സമീപത്ത് കൂടെ ഞങ്ങൾ പോയിട്ടും ഒരു രാത്രി താമസിച്ചിട്ടും ഞങ്ങൾക്ക് ഇസ്ലാം എന്താന്ന് അറിഞ്ഞിട്ടില്ല എന്നെങ്ങാനും അവർ ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയാൽ, എനിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ എന്താ ആയിഷ ഞാൻ അള്ളാഹിനോട് പറയാന്നാ. നോക്കി നിങ്ങൾ, എന്തൊരു ബേജാറാ ഹബീബിന്. ഒരു ആയത്ത് കേട്ടപ്പോൾ റസൂൽ കരയുണ്ട്. ഏത് ആയത്തെന്നറിയോ? സൂറത്ത് നിസായിലെ 41-ാമത്തെ ആയത്ത് നമ്മളൊക്കെ പഠിക്കണം. എന്താ ആയത്ത്? ഇങ്ങനെ ഒരു സഹാബി ഓതിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് നോക്കിയപ്പോൾ റസൂൽ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുക. അതാണ് ആയത്ത്. എന്താ എൻ്റെ ആശയം ഇങ്ങനെയാണ്, റസൂലെ നാളെ മഹ്ശറാ ലോകത്ത് നിൽക്കുമ്പോൾ ഓരോ ഉമ്മത്തിനെയും ഓരോ പ്രവാചകരെയും കൊണ്ടുവരും, താങ്കളെയും താങ്കളുടെ ഉമ്മത്തിനെയും കൊണ്ടുവരും. എന്തായിരിക്കും താങ്കളുടെ അവസ്ഥ എന്നാ ചോദ്യം. മനസ്സിലായില്ല അല്ലേ? മൂസാ നബിനെ കൊണ്ടുവരും. സൂറത്ത് നിസായിലെ 41-ാമത്തെ ആയത്ത്. മൂസാ നബിനെ കൊണ്ടുവരും. മൂസാ നബിൻ്റെ ഉമ്മത്തിന് അപ്പുറത്ത് നിർത്തിയിട്ട് അള്ളാഹ് ചോദിക്കും ആ സമൂഹത്തോട്, ഈ മൂസാ പ്രവാചകൻ എൻ്റെ ദീൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നോ? ആ മൂസാ നബിയുടെ ഉമ്മത്ത് എത്തിച്ചു തന്നു എന്ന് പറഞ്ഞാൽ ആർക്ക് രക്ഷയുള്ളൂ? മൂസാ നബിക്ക് രക്ഷയുള്ളൂ. ഇബ്രാഹിം നബിന്റെ സമൂഹത്തിൽ ഇബ്രാഹിം നബിനെ കൊണ്ടുവരും. അങ്ങനെ ചോദിക്കും, അങ്ങനെ രക്ഷയുള്ളൂ. അവസാനം അള്ളാഹ് പറയുക, പ്രവാചകരെ താങ്കളെയും അവിടെ കൊണ്ടുവരും, എന്തായിരിക്കും താങ്കളുടെ അവസ്ഥ അപ്പോൾ എന്നാ ചോദിക്കണത്. ഇത് കേട്ടപ്പോൾ റസൂൽ അങ്ങനെ കരയാൻ തുടങ്ങിയെന്ന. സഹോദര സഹോദരിമാരെ, നമുക്ക് വല്ല ബേജാറുണ്ടോ? നമ്മുടെ നാടും കേരളമൊക്കെ പോകട്ടെ, നന്ന് ചുരുങ്ങിയത് നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന അയൽപക്കത്തുള്ള 2-3 അയൽവാസികളെയെങ്കിലും നാളെ പരലോകത്ത് കൊണ്ടുവന്നിട്ട് ഒരു ഭാഗത്ത് നിർത്തി മറുഭാഗത്ത് നമ്മളെയും നിർത്തിയിട്ട് പടച്ചറബ് ചോദിക്കുകയാണ്, ദാ ഇവൻ എൻ്റെ ദീൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ അയൽവാസി നമുക്ക് പറയുന്ന മറുപടി എന്തായിരിക്കും? ഇതൊക്കെ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം എന്തായിരുന്നാലും പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ ബേജാർ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകണം നമുക്ക്. മറ്റൊന്ന്, ദീനിലേക്ക് ക്ഷണിക്കുന്നവനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച മറ്റൊരു റോള് ദീനിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമും ദീനൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അതിലേക്ക് ക്ഷണിക്കും വേണം. മനസ്സിലാകണ്ടോ? പറഞ്ഞാൽ മാത്രം പോരാ, അറിയിച്ചു കൊടുത്താൽ മാത്രം പോരാ, അതിലെ ക്ഷണിക്കുന്നവരായിട്ട് മാറണമെന്നാണ്. പിന്നൊന്ന് സിറാജ മുനീറ, ജ്വലിക്കുന്ന പ്രകാശദീപമായിട്ട് മാറണമെന്ന. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മുമ്പിൽ നിങ്ങൾ ദീൻ ഇസ്ലാമൊക്കെ പറയാൻ പോണ ആളാണെങ്കിൽ നിങ്ങൾ നല്ല പേഴ്സണാലിറ്റി ഉണ്ടാകണം എന്നതിൻ്റെ നമുക്ക് മനസ്സിലാണ് ഭാഷ. വ്യക്തിത്വം ഉണ്ടാകണമെന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ. പായസമൊക്കെ കൊള്ളാം, നല്ല പാൽപ്പായസമാണ്, പക്ഷെ കുടിക്കാൻ നമുക്ക് കോളാമ്പിയിലാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ഇങ്ങനെ ആകരുത്. നമ്മൾ ആളുകളോട് ദീൻ പറയാൻ പോകുമ്പോഴേ അവൻ പറയുന്നത് ദീനൊക്കെ ഉഷാറാണ്, ഒക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ പറയണത് അവനല്ലേ, പറയണത് അവളല്ലേ എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി വേണം, വ്യക്തിത്വം വേണം, അതുണ്ടാക്കിയെടുക്കണം. ആളുകൾക്ക് മുമ്പിൽ പേഴ്സണാലിറ്റി ഉണ്ടാകണം, നല്ല വ്യക്തിത്വം ഉണ്ടാകണം, അങ്ങനെ നല്ലൊരു വിളക്കായി തിളങ്ങി നിൽക്കണം എന്നൊക്കെ. അപ്പോൾ പറഞ്ഞെന്തറിയോ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ചില വർത്തമാനങ്ങളാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇനി കുറച്ചുകൂടിയൊക്കെ പറയാനുണ്ട്, സമയം നമുക്ക് മുമ്പിലില്ല. എന്തായിരുന്നാലും ഇങ്ങനെ ഈ അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിനെ മുഹമ്മദ് നബി നമ്മളെ ഏൽപ്പിച്ചതുപോലെ നമ്മൾ നിർവഹിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെന്താ സംഭവിക്കുക അറിയോ? വേറെ ചില കെടുതികളുണ്ട്. അത് വിശദീകരിക്കാനുള്ള സമയമല്ല, ഞാൻ അതിങ്ങനെ കേൾപ്പിച്ചു പോകാം. ഒന്ന്, നമ്മുടെ പ്രാർത്ഥന അത് സ്വീകരിക്കൂല. ഈ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ദീനിന് വേണ്ടി ഇറങ്ങാനും നമ്മൾ തയ്യാറല്ലെങ്കിൽ തലകുത്തി മറിഞ്ഞ് പ്രാർത്ഥിച്ചാലും പടച്ചോ പ്രാർത്ഥന സ്വീകരിക്കൂല എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. രണ്ടാമത്തത് എന്താ അറിയോ? ഇതൊക്കെ നിങ്ങൾ വിശദമായി പഠിക്കണം കേട്ടോ. ഞാൻ സമയം അവസാനിച്ചത് കൊണ്ടൊന്നും ഇങ്ങനെ നിങ്ങളെ കേൾപ്പിക്കാൻ മാത്രമാണ്. മറ്റെന്താ അറിയോ? നമ്മൾ ഈ പണി ചെയ്യൂലെങ്കിൽ അള്ളാഹ് നമ്മളെ മാറ്റിയിട്ട് വേറെ സമൂഹത്തെ കൊണ്ടുവരും. നമ്മളെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കണം അള്ളാഹ്ക്കൊരു നിർബന്ധമില്ല. ഉണ്ടോ? ഉണ്ടോ? അള്ളാഹിന്റെ ദീനിനെ ഇവിടെ പൂർത്തീകരിക്കാനും ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാക്കാനോ ഈ നമ്മളെ കൊണ്ട് തന്നെ ഒരു നിർബന്ധം അള്ളാഹ്ക്കില്ല. നമ്മളെ കൊണ്ട് പറ്റൂലേ? അള്ളാഹ് അതിന് പറ്റിയ വേറെ സമൂഹത്തെ അള്ളാഹ് കൊണ്ടുവരും. ഖുർആൻ അതുമായി വന്ന കുറേ ആയത്തുകളൊക്കെ ഞാനേക്കൊന്നും പോകുന്നില്ല. നിങ്ങളെ പറ്റുമെങ്കിൽ വേറെ ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു നിങ്ങളെപ്പോലെ ആകൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർ നിങ്ങളെപ്പോലെ ആകൂല കേട്ടോ എന്നാ. നിങ്ങളെക്കാൾ ചുറുചുറുക്കുള്ള ആവേശമുള്ള സ്പിരിറ്റുള്ള വേറെ ടീമിനെ കൊണ്ടുവരും. നിങ്ങളെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റുന്നതാണ് ഈ പറഞ്ഞത്. ചെയ്യേണ്ട പണി ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കണം നമ്മൾ. മറ്റൊന്നെന്താ അറിയോ? ഇത് ചെയ്യാത്തവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ അറിയോ? വമൻ അദ്ലം മിമ്മൻ കതമ ഷഹാദത്തിൻ തോന്നിയല്ല. ഈ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുന്നവനേക്കാൾ വലിയ കൊടും അക്രമി ആരാളുള്ളതെന്നാ ചോദിച്ചത്. കൊടും അക്രമി എന്നാ പറഞ്ഞേ. ആരെക്കുറിച്ച്?
അള്ളാഹിന്റെ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാത്ത ഈ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവനെ പറ്റി പറഞ്ഞത് അവൻ കൊടും അക്രമി എന്നാണ്. സംശയം ഉണ്ട് ആ കാര്യത്തിൽ? ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ഡോക്ടർമാരാണ്. ഹിദായത്ത് കിട്ടാത്ത രോഗികളെ ചികിത്സിക്കേണ്ടുന്ന ഹിദായത്ത് കിട്ടിയ ഡോക്ടർമാരാ ഞാനും നിങ്ങളൊക്കെ. സംശയം ഉണ്ടോ? ഡോക്ടർമാരാ നമ്മൾ. ഞാൻ ചോദിക്കട്ടെ, ഒരു നാട്ടിലാകെ ഇങ്ങനെ രോഗം ബാധിച്ച ആൾക്കാരൊക്കെ ഇടങ്ങാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവരെ ചികിത്സിക്കാൻ കഴിവുള്ള ഡോക്ടർമാര് രാത്രിക്ക് രാത്രി അവിടെ നാട് വിട്ടാൽ നമ്മളെന്താ അവരെ പറ്റി പറയുക? എന്ത് കണ്ണുചോരല്ലാത്തവനാണെന്നല്ലേ പറയുക? എന്തൊരു ക്രൂരനാണെന്നല്ലേ പറയുക? ഒരു കണ്ണ് കാണാത്ത ആളിങ്ങനെ നടന്ന് അടുത്തൊരു കുഴിക്കാ വീഴാൻ പോണത്. ഇത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക, വീഴട്ടെ വീഴട്ടെ എന്ന് പറഞ്ഞിങ്ങനെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്യാം. എന്താ നമ്മളെക്കുറിച്ച് പറയുക? എന്ത് ക്രൂരനാണ് നീ എന്നല്ലേ ഈ വർത്താനം അല്ലാഹ് നമ്മളെ പറ്റി പറഞ്ഞേ. അള്ളാഹിന്റെ ദീന് എന്താണ്, ഇസ്ലാം എന്താണ്, സ്വർഗം നരകമെന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? നിങ്ങളെക്കാൾ വലിയ അക്രമി ലോകത്ത് വേറെ ആരുമില്ല, ക്രൂരന്മാരാണ് നിങ്ങൾ എന്നാ പറഞ്ഞത്. നാലാമനുള്ള പറഞ്ഞ എന്താ അറിയോ? നിങ്ങൾ ഈ പണി ചെയ്യില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ട ശിക്ഷ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ നിസ്കാരം നോമ്പൊന്നും അവിടെ രക്ഷക്കെത്തൂലെന്നാ. ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുടെ കഥയൊക്കെ അല്ലാതെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമയമില്ല, അത് പോവാണ്, പിന്നെ എപ്പോഴെങ്കിലൊക്കെ പറയാം. കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ കഥ. ആ കപ്പൽ മുങ്ങിയപ്പോൾ അടിയിലെ തട്ടിലുള്ളവരും മുങ്ങി, മേലെ തട്ടിലുള്ളവരും മുങ്ങി. ഇതുപോലെ എല്ലാവരും ആ ശിക്ഷ ബാധിക്കുന്ന അള്ളാഹ് കുരങ്ങന്മാരാക്കി മാറ്റിയൊരു വിഭാഗം ഉണ്ടല്ലോ, അറിയില്ലേ? ആരും അത് പറയാനുള്ള സമയം എന്തായാലും ഇപ്പം അല്ല, കുറച്ച് നേരം വേണം, ഞാൻ മറ്റൊരു സമയത്ത് പറയാം. അള്ളാഹ് കുരങ്ങന്മാരാക്കി മാറ്റിയൊരു സമൂഹമുണ്ട്. നിന്ദരായ കുരങ്ങന്മാരാക്കിയിട്ടാണ് മാറ്റിയത്. ഞാൻ വേറെ സമയത്ത് പറയും, ഇപ്പം എന്തായാലും നേരം സമയമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ ശിക്ഷ എല്ലാവർക്കും കിട്ടുന്നില്ല. ഈ പണി ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തോർക്ക് ചെയ്താൽക്കൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. മറ്റൊന്നെന്താ അറിയോ? നാളെ പരലോകത്ത് നമ്മുടെ രക്ഷയും ശിക്ഷയുമൊക്കെ ഈ പണി ചെയ്തോ ഇല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാവരും നിൽക്കുമ്പോൾ അതാണ് ചോദ്യം. അപ്പം നമ്മൾ ഈ പണി നിർവഹിച്ചോ ഇല്ലേ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെ പരലോകത്ത് നമ്മുടെ രക്ഷയും ശിക്ഷയൊക്കെ. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, എന്താണോ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചങ്കിലെ ചോരയാണെന്ന് പറഞ്ഞ് കരളിൻ്റെ കഷ്ണം എന്നൊക്കെ അല്ലേ റസൂലിനെ പറ്റി പറയല്? ആ റസൂൽ എന്താണോ മരിച്ചു പോകുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചത് ആ പണി നമ്മൾ നിർവഹിക്കാൻ തയ്യാറാകണം എന്നാണ്. അതെന്താ പണി? പ്രത്യേകിച്ച് ഇന്ത്യൻ പശ്ചാത്തലത്തിലൊക്കെ അള്ളാഹിന്റെ ദീനിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കുക. അറബിയിലൊരു പഴമൊഴിയുണ്ട്, മനുഷ്യൻ അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണ്, അല്ലേ? മനുഷ്യൻ അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണെന്ന. പലപ്പോഴും ഇന്ത്യ പോലുള്ള രാജ്യത്തൊക്കെ ഇസ്ലാമിനെതിരെ പലരും വാളെടുക്കുന്നത് എന്താ ഇസ്ലാം എന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ പരമാവധി അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം എന്ന. അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, അങ്ങനെ അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ മരിക്കണം എന്നായിരിക്കണം നമ്മുടെ പൂതി ആഗ്രഹമൊക്കെ. ഷഹാദത്തായിരിക്കണം നമ്മുടെ ആഗ്രഹം. അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ സ്കോഡ് പോകുമ്പോൾ മരിക്കണം അല്ലാഹ്, ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഞാൻ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഈ പ്രവാചകന്മാർ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അത് നിർവഹിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. എന്താണ് റസൂൽ നമ്മളെ ഏൽപ്പിച്ച പണി, ആ പണി നിർവഹിക്കാൻ നമ്മളെ വളരെ പൂർണ്ണമായും സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. രണ്ട് കാര്യം ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഒന്ന്, മുസ്ലിം സമൂഹത്തിനകത്തുള്ള സംസ്കരണം. എന്നുവെച്ചാൽ പേര് ഇസ്ലാമായിരിക്കും, ഇസ്ലാം ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ആളുകളെ കണ്ടെത്തി അവരെ നന്നാക്കിയെടുക്കുക, തസ്ഗിയത്ത് എന്നാണ് പറയുക. രണ്ടാമത്തെ പണി എന്താ അറിയോ? ദഅവത്താണ്. ഇസ്ലാം എത്താത്ത മറ്റ് മുസ്ലിങ്ങളിലേക്ക് എന്ത് ചെയ്യുക? ഇസ്ലാമിനെ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എങ്ങനെ എത്തിച്ചു കൊടുക്കുക. മനസ്സിലാണ്ടോ? ഈ രണ്ട് പണിയാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കണമെന്ന് നമ്മൾ ആഴ്ചക്കാഴ്ച കൂടുന്നതൊക്കെ ഈ ജമാഅത്തിൻ്റെ ആളുകളും പ്രവർത്തകരൊക്കെ സംഘടിപ്പിക്കണമാണ് അല്ലേ? ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. എന്ത്? ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്ലാമിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണത്. അപ്പോൾ അതോടൊക്കെ നമുക്ക് നല്ല ബന്ധവും സഹകരണങ്ങളൊക്കെ ഉണ്ടാകണം. അങ്ങനെ കൂട്ടമായി ഒറ്റക്കെട്ടായി അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അള്ളാഹിൻ്റെ ഹബീബ് നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം, സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണോ പടച്ചറബിൻ്റെ പ്രവാചകൻ നമ്മളെ ഏൽപ്പിച്ച അമാനത്ത്, ആ അമാനത്തിനെ അങ്ങനെ തന്നെ നിർവഹിച്ചുകൊണ്ട് അതിൻ്റെ വഴിയിലൂടെ തന്നെ ലോകത്തിന് മുമ്പിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതത്തിലൂടെ സാക്ഷികളായി നാളെ സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ പ്രവാചകന്മാർക്കൊപ്പം സമ്മേളിക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചറബ് എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി